എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മാർക്കറ്റ് സ്ട്രക്ചർ, കമ്പോള ഘടനയെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ അടുത്ത മാർക്കറ്റിലേക്ക് പോകുന്നു, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്. അടുത്ത് എന്താണ്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. നോക്കാം. Monopolistic competition refers to a market situation in which there are a large number of sellers offering differentiated products which are close substitutes for one another. It is a blend of monopoly and competition. Okay? Monopolistic competition refers to a market situation. It is a market situation in which there are a large number of sellers. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ ആര് കാണും? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. മൊണോപ്പൊളിയിൽ സിംഗിൾ സെല്ലർ, ഇവിടെ ധാരാളം സെല്ലേഴ്സ് ഉണ്ടാകും. അവരെന്ത് ചെയ്യുന്നു? ഓഫറിംഗ് എന്താണ് നൽകുന്നത്? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. അവിടുത്തെ പ്രോഡക്ട്സ് എന്താണ്? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് പ്രോഡക്ട്സ് എന്ന് പറയും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ്? ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ്. മൊണോപ്പൊളിയിലേക്ക് വരുമ്പോൾ അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, പ്രോഡക്ട്സിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. ഇവിടെ എന്താണ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. അവരെന്ത് ഓഫർ ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. ഹോമോജീനിയസിന് നേരെ ഓപ്പോസിറ്റ്. ഷേപ്പിൽ, കളറിൽ, ബ്രാൻഡിൽ, അല്ലേ, എല്ലാത്തിലും വ്യത്യസ്തമുള്ള നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ പ്രോഡക്ട്സ്. ഒരു പ്രോഡക്റ്റ് എടുത്താൽ പല തരത്തിലുള്ള, പല ഷേപ്പിൽ, പല കളറിൽ, പല ബ്രാൻഡ് നെയിമിൽ, പല ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ്. ഇതാണ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇവരെന്താണ്? ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അവർ ധാരാളം ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ഓഫർ ചെയ്യുന്നു. ഇനി വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അവയ്ക്ക് എന്തുണ്ട്? മൊണോപ്പൊളി പോലെയല്ല, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അല്ലേ? നമ്മുടെ മാർക്കറ്റിലില്ലേ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ നമ്മുടെ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണെന്ന് അർത്ഥം. നമ്മുടെ മാർക്കറ്റ്, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റ്, അല്ലേ, അവർക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ refers to a market situation in which there are a large number of sellers offering differentiated products which are close substitutes for one another. ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. മാത്രമല്ല അതിന് എന്തുണ്ട്? സബ്സ്റ്റിറ്റ്യൂട്ട്സും ഉണ്ട്. ഇനി ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മൊണോപ്പൊളി ആൻഡ് കോമ്പറ്റീഷൻ. ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മൊണോപ്പൊളി അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. നോക്കിയേ, ആ വാക്ക് നോക്കിയേ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബ്ലെൻഡ്. ഏതിൻ്റെയൊക്കെ കൂടിച്ചേരലാണിത്? മൊണോപ്പൊളിയുടെയും കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മൊണോപ്പൊളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഏത്? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇനി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ അസംഷൻസ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പഠിച്ചു, മൊണോപ്പൊളിയുടെ ഫീച്ചേഴ്സ് പഠിച്ചു. അടുത്ത മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ആണ്. നോക്ക്. എക്സിസ്റ്റൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫേംസ്. ധാരാളം ഫേംസ് ഉണ്ട്, അതുപോലെ ബയേഴ്സും ഉണ്ടാകും. ലാർജ് നമ്പർ ഓഫ് ഫേംസ്. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാകും. പ്രോഡക്റ്റ് ഹെട്രോജീനിയസ് പ്രോഡക്ട്സ് എന്ന് പറയും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. ഫേംസിന് ഫ്രീ എൻട്രി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ തന്നെയാണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. മൊണോപ്പൊളിയിൽ എന്താണ്? ബാരിയേഴ്സ് ടു എൻട്രി ആണ് ഫേംസിന്, അല്ലേ? പക്ഷെ ഇവിടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്. സെല്ലിംഗ് കോസ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടോ? ഇല്ല. മൊണോപ്പൊളിയിലും സെല്ലിംഗ് കോസ്റ്റിന്റെ ആവശ്യമില്ല. സിംഗിൾ സെല്ലറാണ്, സെല്ലിംഗ് കോസ്റ്റിന്റെ ആവശ്യമില്ല. കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, അതുകൊണ്ടില്ല. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അങ്ങനെയല്ല. സെല്ലിംഗ് കോസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സെയിൽസ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെന്റ് വേണം. കാരണം എന്ത്? കോമ്പറ്റീഷനുള്ള മാർക്കറ്റാണ്, അതുകൊണ്ട് സെല്ലിംഗ് കോസ്റ്റ് വേണം. ഇനി ഗ്രൂപ്പ് കോൺസെപ്റ്റ്. ഇവിടെ എന്താണ്? ഒരു ഗ്രൂപ്പ് കോൺസെപ്റ്റ് ആണ്. കാരണം എന്ത്? ഗ്രൂപ്പിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ് കോൺസെപ്റ്റ്. നമ്മളിനി പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത് ഗ്രൂപ്പ് കോൺസെപ്റ്റ്. മറ്റൊരു ഫീച്ചർ എന്താണ്? ആ ഗ്രൂപ്പ് കോൺസെപ്റ്റ് ആണ്. കാരണം എന്താണ്? ഇവർ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലോങ് റണ്ണിൽ, പ്രത്യേകിച്ച് ലോങ് റണ്ണിൽ വരുമ്പോൾ എന്താണ്? ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുകയും കുറച്ച് പേര് അതിൽ എക്സിസ്റ്റ് ചെയ്യുകയും കുറച്ച് പേര് പുറത്ത് പോവുകയും ചെയ്താണ് ഗ്രൂപ്പ് കോൺസെപ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? എക്സിസ്റ്റൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫേംസ്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, selling cost, group concept. These are the important features of monopolistic competition. ഇനി under monopolistic competition the demand curve, AR curve, like monopoly പോലെ തന്നെ ഡിമാൻഡ് കർവ് തന്നെ എന്താണ് ഇവിടുത്തെ AR കർവ്. monopolistic will slope downwards from left to right. നമ്മൾ മൊണോപ്പൊളിയിലും സെയിം അല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും സെയിം തന്നെയാണ്. ഇവിടുത്തെ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ AR കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ലൈക്ക് മൊണോപ്പൊളി മാർക്കറ്റ്. ദ ഡിമാൻഡ് കർവ് വുഡ് ബി ഫ്ലാറ്റർ ദാൻ ദാറ്റ് ഓഫ് മൊണോപ്പൊളി. പക്ഷെ ഒരു കാര്യം വ്യത്യാസമുള്ളൂ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെങ്കിലും ഡിമാൻഡ് കർവ് വുഡ് ബി ഫ്ലാറ്റർ ദാൻ ദാറ്റ് ഓഫ് മൊണോപ്പൊളി. മൊണോപ്പൊളിയേക്കാൾ കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റ്, കുറച്ചുകൂടി ഒന്ന് പരന്ന ഡിമാൻഡ് കർവാണ്. എന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, പക്ഷേ എൻ്റെ എന്താണ്? കുറച്ചുകൂടി ഫ്ലാറ്റ്, സ്ലോപ്പ് കുറവാണ്. ഇവിടെ
ആ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കേട്ടോ. ആ പോയിന്റ് ബേസിൽ ചോദിക്കാൻ സാധ്യതയില്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ് മൊണോപ്പൊളി മാർക്കറ്റിനെ അപേക്ഷിച്ച് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുമ്പോൾ രണ്ടും എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്സ് ആണ്, അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് AR കർവ് ആണ്. പക്ഷേ എന്താണ്, മൊണോപ്പൊളിയേക്കാൾ കുറച്ചുകൂടി ഫ്ലാറ്റ് ആണ് എന്ന് പറയുന്നത് പിന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. അതുപോലെ MR കർവ് അതുപോലെ തന്നെയാണ്. മാർജിനൽ റവന്യൂ കർവ് ആൾസോ ബി ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. മൊണോപ്പൊളി പോലെ തന്നെയാണ്. മൊണോപ്പൊളിയിൽ നമ്മൾ അല്ലേ വരച്ചത്, ഗ്രാഫ് വരച്ച ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ MR കർവും. ആൻഡ് ഇറ്റ് വിൽ ബി ബിലോ ദി ആവറേജ് റവന്യൂ കർവ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്ത്, മൊണോപ്പൊളി മാർക്കറ്റിലെ AR കർവും MR കർവും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും. യാതൊരു വ്യത്യാസവും ഇല്ല, ഓർത്ത് വെച്ചിരിക്കുക. രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. AR കർവിന് താഴെയാണ് MR കർവ്, അല്ലെങ്കിൽ ARനേക്കാൾ താഴെയാണ് MR. എവിടെയൊക്കെ, മൊണോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും. മാത്രമല്ല മൊണോപ്പൊളിയിൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഇവിടെയും ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ചെറിയൊരു വ്യത്യാസമുള്ളത് എന്താണ്, അത് ഫ്ലാറ്റ് ആണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫ്ലാറ്റ് ആയിട്ട് വരുന്നു. ഓക്കെ, അടുത്ത് നോക്ക്, ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം, എല്ലാ മാർക്കറ്റിലും ഇക്വിലിബ്രിയം ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ട്. അതിന്റെ കണ്ടീഷൻസ് ആണ് എവിടത്തെ, ഷോർട്ട് റൺ മാർക്കറ്റിലെ കണ്ടീഷൻസ്. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ആണ് പറയുന്നത്. അതായത് ഷോർട്ട് പീരീഡിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരു ഫേം ഇക്വിലിബ്രിയത്തിലാകുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന കണ്ടീഷൻ. ഒന്ന് MCC/MR. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെയും കണ്ടീഷനാണ്, അതുപോലെ മൊണോപ്പൊളിയിലെയും കണ്ടീഷനാണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെയും കണ്ടീഷനാണ്. MC കർവ് ഷുഡ് ബി റൈസിംഗ്. MC കർവ് എന്ത് ചെയ്യണം, റൈസ് ചെയ്യണം. അല്ലെങ്കിൽ MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. ഇതും നേരത്തെ പഠിച്ച രണ്ട് മാർക്കറ്റിലെയും കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് 3 മാർക്കറ്റ് സിറ്റുവേഷനിലും ഇതേ കണ്ടീഷൻ. ഫസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ MCC/MR അല്ല PE/MR എന്നാണ് പഠിച്ചത്. രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ MCC/MR, MC കർവ് ഷുഡ് ബി റൈസിംഗ്, അല്ലെങ്കിൽ MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. ഇനി ഇൻ ദ ഷോർട്ട് റൺ the firm may earn supernormal profit or incur loss. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞ അതേ പോയിന്റ് ഇവിടെ അവർ പറയുന്നത് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഫേം മേ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓർ ഇൻകർ ലോസ്. അവര് ഒന്നുകിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യും, അല്ലെങ്കിൽ അവർ ലോസ് ആയിരിക്കും. എവിടെ, ഷോർട്ട് പീരീഡിൽ. ഓക്കെ, ഇനി നോക്ക് ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് MCC/MR. അതുപോലെ ഒരു കണ്ടീഷൻ കൂടി ലോങ് റണ്ണിൽ ഇവർ പറയുന്നുണ്ട്, AC/AR. അതുകൂടി ഓർത്ത് വെച്ചേക്കണേ. ആവറേജ് കോസ്റ്റ് ഈസ് ആവറേജ് റവന്യൂ. അപ്പോൾ ലോങ് റൺ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ MCC/MR അതുപോലെ ആവറേജ് കോസ്റ്റും ആവറേജ് റവന്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെ നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ പറയുന്നത്. കാര്യം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ല ഇവിടെ കിട്ടുക. ലോങ് റണ്ണിൽ എന്ത് പ്രോഫിറ്റ് ആണ്, നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നോർമൽ പ്രോഫിറ്റ് അല്ലേ, അതുപോലെ ഇവിടെ എന്താണ്, AC/AR ആയിരിക്കും. MC കർവ് കട്ട്സ് MR കർവ് ഫ്രം ബിലോ. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഒരേ ഒരു പോയിന്റേ ഉള്ളൂ, AC/AR. ലോങ് റൺ ഇക്വിലിബ്രിയത്തിൽ MCC/MR ഉണ്ട്, MC കർവ് MRനെ താഴെ നിന്ന് കട്ട് ചെയ്യണം. ഇതെല്ലാം എന്താണ്, എല്ലാത്തിലും ഉണ്ട്, എല്ലാ മാർക്കറ്റിലും ഉണ്ട്. അഡീഷണൽ ആയിട്ട് ഇവിടെ പറയുന്നത് AC/AR. ഇനി ഇൻ ദ ലോങ് റൺ ആൾ ഫേംസ് ഏൺ നോർമൽ പ്രോഫിറ്റ് ഓൺലി. ലോങ് റണ്ണിൽ എല്ലാ ഫേംസിനും എന്താ കിട്ടുക, നോർമൽ പ്രോഫിറ്റ് ഓൺലി. നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് കിട്ടുക. ലോങ് റണ്ണിൽ എല്ലാ ഫേംസിനും എന്തേ കിട്ടുന്നുള്ളൂ, നോർമൽ പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് കാൾഡ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. അതായത് ലോങ് റൺ ഇക്വിലിബ്രിയം മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിലെ എന്ത്, ലോങ് റൺ ഇക്വിലിബ്രിയത്തെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. ഗ്രൂപ്പ്, കാരണം ഗ്രൂപ്പ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പൊ എന്താണ്ടേ പറഞ്ഞത്, ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് കാൾഡ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. അതെന്തുകൊണ്ടാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ, ഈ ഷോർട്ട് പീരീഡിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇപ്പൊ നിങ്ങൾ സങ്കല്പിക്കുക, ഷോർട്ട് പീരീഡിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഒരു ഫേമിന് എന്ത് കിട്ടുന്നു, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ 1-2 ഫേംസിന് അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നു വെച്ചോ. അപ്പോഴേക്ക് എന്ത് ചെയ്യും, കുറെ ഇതിൽ അട്രാക്റ്റീവായിട്ട് ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടും. നമുക്കറിയാം, നമ്മൾ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു സ്ഥാപനം വരുന്നു, ഭയങ്കരമായിട്ട് സെയിൽ നടക്കുന്നു എന്ന് കരുതുക. അതിപ്പോൾ ഒരു ഹോട്ടലാകാം, ഒരു ടെക്സ്റ്റൈൽസ് ആകാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അവിടെ എന്താണ്, ഷോർട്ട് പീരീഡ് അങ്ങോട്ട് സ്ഥാപനം വന്ന ഉടനെ എന്താണ്, ഭയങ്കരമായി സെയിൽ നടക്കുന്നു. അപ്പോൾ അത് ഷോർട്ട് പീരീഡിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിലെത്തുന്നു, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് കുറേ ഫേംസ് എന്ത് ചെയ്യും, ആ സ്ഥലത്തേക്ക് വന്ന് സ്ഥാപനങ്ങൾ ആരംഭിക്കും. അപ്പോൾ എന്ത് ചെയ്യും,
ഇവരുടെ സെയിൽസ് കുറയും, നേരത്തെയുള്ള ഫേമിൻ്റെ സെയിൽസ് കുറയും, എല്ലാവരിലുമായിട്ട് സെയിൽസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും ഇല്ലേ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ പ്രത്യേകത എന്താണ്? അവരുടെ റവന്യൂ കുറയും. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അവസ്ഥ എന്താണ്? TR ഗ്രേറ്റർ ദാൻ TC ആണ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഇതിങ്ങനെ കുറേ ഫേംസ് അവിടെ വരുന്നു, ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ, അപ്പോൾ ലോങ് റൺ ആയി. ഷോർട്ട് റണ്ണിലാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടിയത്. ഇങ്ങനെ കുറേ ഫേംസ് ഇങ്ങനെ അവിടേക്ക് വന്ന് പ്രവർത്തിച്ച് അങ്ങനെ ലോങ് പീരീഡ് ആയി. അങ്ങനെ ലോങ് പീരീഡ് ആയപ്പോൾ കുറേ ഫേംസ് വന്നു, ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഫേംസ് വന്നു ഇതിൽ ഈ പ്രോഫിറ്റ് കണ്ടിട്ട്. അങ്ങനെ ഇതിനെന്ത് ചെയ്തു? ഇവരുടെ റവന്യൂ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകത്തില്ലേ? സെയിൽസ് സ്പ്ലിറ്റ് ആയി പോകും. അപ്പോൾ ഓരോ ഫേംസിന്റെ റവന്യൂ കുറയും. അങ്ങനെ റവന്യൂ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നിടത്ത് കുറഞ്ഞു വന്ന് ആ റവന്യൂ എന്തിന് തുല്യമാകും? ടോട്ടൽ കോസ്റ്റിന് തുല്യമാകും. അപ്പോൾ TR TCയേക്കാൾ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. പക്ഷേ ഇങ്ങനെ സെയിൽസ് സ്പ്ലിറ്റ് ആയി പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഓരോ ഫേമിന്റെ സെയിൽ കുറഞ്ഞപ്പോൾ റവന്യൂ കുറഞ്ഞു നിന്ന് TCക്ക് തുല്യമായി. അങ്ങനെ TCക്ക് തുല്യമാകുമ്പോൾ എന്തേ കിട്ടും? നോർമൽ പ്രോഫിറ്റ്. ചിലപ്പോൾ റവന്യൂ കുറഞ്ഞു TCക്ക് താഴെയും വരാം. TCക്ക് താഴെ വന്ന ലോസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? കുറേ ഫേംസ് ഷട്ട് ഡൗൺ ചെയ്ത് പോകും. പിന്നെ എങ്കിലും TRും TCക്കും ഈക്വൽ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ഫേംസ് ഓപ്പറേറ്റ് ചെയ്യാനേ പറ്റും. അത് ഏത് പീരീഡിൽ? ലോങ് പീരീഡ്. ഇങ്ങനെ ഈ ഫേംസ് എല്ലാം കടന്നു വരുമ്പോൾ പീരീഡ് മാറും, ഷോർട്ട് പീരീഡ് മാറി ലോങ് പീരീഡിലേക്ക് മാറും. അപ്പോൾ അവർക്ക് എന്ത് കിട്ടും? നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. കാര്യം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. ലോങ് പീരീഡിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കാര്യം ഈ ഫേംസിന്റെ എണ്ണം കൂടുതൽ കാരണം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഡിസപ്പിയർ ചെയ്യും, നോർമൽ പ്രോഫിറ്റ്. അതാണ് ലോങ് പീരീഡിൽ എന്ത് കിട്ടുന്ന? നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതെന്താണ്? ഈ ഫേംസ് ഗ്രൂപ്പായിട്ട് വന്നതിന്റെ ഫലമായിട്ടല്ലേ ഇത് സംഭവിച്ചത്. അതാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞേക്കുന്നത്. ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയല്ലോ? അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് കാൾഡ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. അതായത് നമ്മൾ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയുമാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 മാർക്കറ്റ് സിറ്റുവേഷൻസ് പഠിച്ചു: പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, അതിനൊന്ന് ഞാൻ സ്ട്രെസ് ചെയ്ത പറഞ്ഞ പോയിന്റ്സ് അല്ലേ വരച്ച് പഠിച്ചെടുക്കുക. കൃത്യമായിട്ട് അത് ചോദിക്കും. ആ പോയിന്റ്സിനെ ബേസ് ചെയ്തായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മാർക്കറ്റിലേക്ക് പോകുന്നു, ഒളിഗോപ്പൊളി മാർക്കറ്റ്. ഒളിഗോപ്പൊളി മാർക്കറ്റ് നോക്കാം. ഒളിഗോപ്പൊളി refers to a market situation where there are a few producers, വളരെ കുറച്ച് ഉൽപ്പാദകർ, ശ്രദ്ധിക്കുക, വളരെ കുറച്ച് ഉൽപ്പാദകർ, സെല്ലിംഗ് their homogeneous or heterogeneous products. ഇവിടെ നമുക്ക് വളരെ കുറച്ച് പ്രൊഡ്യൂസേഴ്സേ ഉള്ളൂ, അവർ സെല്ല് ചെയ്യുന്നു, വിൽക്കുന്നു. എന്താണ്? ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് പ്രോഡക്ട്സ്. ചിലപ്പോൾ ഹോമോജീനിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മീൻസ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അത്. ഈ മാർക്കറ്റാണ് ഒളിഗോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒളിഗോപ്പൊളി മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? എ ഫ്യൂ സെല്ലേഴ്സ്, വളരെ കുറച്ച് സെല്ലേഴ്സ്, അവർ ഹോമോജീനിയസോ ഹെട്രോജീനിയസോ ആയ പ്രോഡക്ട്സുകൾ വിൽക്കുന്നു. അങ്ങനെയുള്ള മാർക്കറ്റാണ് ഒളിഗോപ്പൊളി. ഓക്കെ, ആ മറ്റുള്ള മാർക്കറ്റിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി ആസ് ദ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഈസ് ഫ്യൂ, ഇവിടെ സെല്ലേഴ്സിന്റെ എണ്ണം കുറച്ചായതുകൊണ്ട് ദ മാർക്കറ്റ് ഷെയർ ഓഫ് ഇൻഡിവിജ്വൽ സെല്ലേഴ്സ് ഈസ് ലാർജ്. ഇവിടെ സെല്ലേഴ്സിന്റെ എണ്ണം കുറവാണ്, അതുകൊണ്ട് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്, അതായത് ഇവരുടെ പ്രോഡക്ട്സിന്റെ സപ്ലൈ, മാർക്കറ്റിലുള്ള ഓരോ പ്രോഡക്റ്റ് ഫേമിന്റെയും ഷെയർ എന്ന് വെച്ചാൽ ഇവരുടെ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. കാരണം മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് സാധനങ്ങളെല്ലാം കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഇവരെ എല്ലാ ഫേമും, ഇപ്പോൾ ഒരു 5 ഫേമുകളെങ്കിൽ ഈ 5 ഫേംസ് ഇത്രയും വലിയ മാർക്കറ്റിലെ സാധനങ്ങൾ എത്തിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഷെയർ, മാർക്കറ്റിലുള്ള ഇവരുടെ പ്രോഡക്റ്റ് ഷെയർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കുറച്ച് ഫേംസേ ഉള്ളൂ, പക്ഷെ അത് വലിയ ഫേംസ് ആയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എണ്ണത്തിൽ കുറവാണുള്ള ഫേംസ് ആണെങ്കിലും വലിയ ഫേംസ് ആയിരിക്കും അത്. കാരണം ഇത്രയും വലിയ മാർക്കറ്റിന് സാധനങ്ങൾ, പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ഷെയർ, ഇൻഡിവിജ്വൽ സെല്ലേഴ്സിന്റെ, ഓരോ സെല്ലേഴ്സിന്റെയും മാർക്കറ്റ് ഷെയർ വളരെ വലുതായതുകൊണ്ട്, സോ ദാറ്റ് ഈച്ച് സെല്ലർ ഈസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ് പ്രൈസ്. അതുകൊണ്ട് ഓരോ സെല്ലേഴ്സിനും മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ എന്താണ്? ഇവിടെ വളരെ കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ, പ്രൊഡ്യൂസേഴ്സേ ഉള്ളൂ, അവർ ഹോമോജീനിയസോ ഹെട്രോജീനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കാം. മാത്രമല്ല ഇവിടെ നമ്പർ ഓഫ് സെല്ലേഴ്സിന്റെ എണ്ണം കുറച്ചായതുകൊണ്ട് മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്ന ഈ ഓരോ ഇൻഡിവിജ്വൽ സെല്ലേഴ്സിന്റെ, ഓരോ സെല്ലേഴ്സിന്റെയും മാർക്കറ്റ് ഷെയർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അപ്പോൾ പ്രോഡക്റ്റിന്റെ ഷെയർ മാർക്കറ്റിൽ കൂടുതലാണ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഓരോ ഫേമിനും പറ്റും. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? സോ ഈച്ച് സെല്ലർ ഈസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ് പ്രൈസ്. ഓരോ സെല്ലേഴ്സിനും മാർക്കറ്റ് പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഓരോ സെല്ലേഴ്സിനും മാർക്കറ്റ് പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റൂടെ? സ്വാധീനിക്കാൻ കഴിയും. മനസ്സിലായോ? ഇനി ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കോമ്പറ്റീഷൻ among the few. ചോദിക്കും,
കോമ്പറ്റീഷൻ എമംഗ് ദ ഫ്യൂ എന്നറിയപ്പെടുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ ഏത്? കോമ്പറ്റീഷൻ എമംഗ് ദ ഫ്യൂ, വളരെ കുറച്ച് സെല്ലേഴ്സിനിടയിൽ നടക്കുന്ന കോമ്പറ്റീഷൻ, അതേതാണ്? ഒളിഗോപ്പൊളിയാണ്. ഒളിഗോപ്പൊളി. മനസ്സിലായില്ലേ? കോമ്പറ്റീഷൻ എമംഗ് ദ ഫ്യൂ എന്നറിയപ്പെടുന്ന ഏത് മാർക്കറ്റാണ്? ഒളിഗോപ്പൊളി മാർക്കറ്റാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്, ഇതിന്റെ അസംഷൻസ്. ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അസംഷൻസ്. ഫ്യൂ സെല്ലേഴ്സ്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫ്യൂ സെല്ലേഴ്സ്. ഇന്റർഡിപ്പെൻഡൻസ്, ഇവർ തമ്മിൽ എന്തുണ്ട്? ഇന്റർഡിപ്പെൻഡൻസ്, പരസ്പരം ബന്ധമുണ്ട്. ഇന്റർഡിപ്പെൻഡൻസ് നമ്മൾ ഇനി പഠിക്കും. അത് പരസ്പരം പ്രൈസ് ഡിറ്റർമിനേഷനിലൊക്കെ എന്തുണ്ട്? ഇന്റർഡിപ്പെൻഡൻസ് ഉണ്ട്, പരസ്പര ആശ്രയത്വമുണ്ട്, ഇന്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്റർഡിപ്പെൻഡൻസ്. ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്, ഇവിടുത്തെ ഡിമാൻഡ് കർവ് നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. ഇൻഡിറ്റർമിനേറ്റഡ് ഒളിഗോപ്പൊളി മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ എന്ത്? ഡിമാൻഡ് കർവ്. മൊണോപ്പൊളിയിലും മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവാണ്. അവിടെയൊക്കെ ഡിറ്റർമിനേറ്റ് ആണ്, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയ ഡിമാൻഡ് കർവ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഡിമാൻഡ് കർവ് എൻ്റെ ഷേപ്പ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് നല്ലൊരു പോയിന്റ് ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് ഏതിന്റെ ഫീച്ചറാണ്? ഒളിഗോപ്പൊളി മാർക്കറ്റിന്റെ ഫീച്ചറാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഇനി. സെല്ലിംഗ് കോസ്റ്റ് ഈസ് വെരി ഹൈ. ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, അത് വളരെ കൂടുതലായിരിക്കും. അഡ്വർടൈസ്മെന്റിന്, സെയിൽസ് പ്രൊമോഷന് അവരുടെ കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം കുറച്ച് ഫേംസേ ഉള്ളൂ അവരിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവര് ഹൈ സെല്ലിംഗ് കോസ്റ്റ്. കാരണം ലാർജ് സ്കെയിൽ കമ്പനികളല്ലേ ഇവര്, അതുകൊണ്ട് സെല്ലിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. പ്രൈസ് റിജിഡിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ എന്തുണ്ട്? പ്രൈസ് റിജിഡിറ്റി. കാരണം പ്രൈസിൽ മൂവ്മെന്റ്സ് കുറവാണ്. ഉള്ള പ്രൈസിൽ മൂവ്മെന്റ്സ് ഇല്ല എന്ന് വെച്ചാൽ ഒരേ ഒരു പ്രൈസ് ഫിക്സ് ചെയ്താൽ കുറേ കാലത്തേക്ക് ആ പ്രൈസിൽ തന്നെയായിരിക്കും ഈ സ്ഥാപനങ്ങൾ സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. പിന്നീട് എന്താണ് അവർ സെയിൽസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഈ സെല്ലിംഗ് കോസ്റ്റ് ഒക്കെ ഉപയോഗിച്ച്, അഡ്വർടൈസ്മെന്റും മറ്റൊക്കെ ഉപയോഗിച്ച് സെയിൽസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് റിജിഡിറ്റി ഉള്ളത് കൊണ്ടാണ് ഹൈ സെല്ലിംഗ് കോസ്റ്റ് ആണ്. കാര്യം പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് വരുത്താൻ ഇവർക്ക് പറ്റത്തില്ല ഈ മാർക്കറ്റിൽ. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? സെയിൽസ് വ്യത്യാസം വരുത്തുന്നത് എന്തിലൂടെയാണ്? അഡ്വർടൈസ്മെന്റിലൂടെയും മറ്റുമാണ്. അതുകൊണ്ടാണ് സെല്ലിംഗ് കോസ്റ്റ് ഹൈ എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് റിജിഡ് ആണ്, പ്രൈസ് ഫ്ലെക്സിബിൾ അല്ല. പ്രൈസ് റിജിഡ് നല്ലൊരു പോയിന്റ് ആണ്. പ്രൈസ് റിജിഡിറ്റി ഒളിഗോപ്പൊളി മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്, അതായത് ഹെട്രോജീനിയസ് പ്രോഡക്ട്സ്. ഒന്നുകിൽ ഹോമോജീനിയസ് പ്രോഡക്ട്സ് വിൽക്കാം, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് പ്രോഡക്ട്സ്. ഇപ്പോൾ കുറച്ച് ഫേംസ് ഉള്ളെങ്കിൽ എല്ലാവരും ഒരേ പ്രോഡക്ട്സ് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് പ്രോഡക്ട്സ്. ഇപ്പോൾ നമുക്കറിയാം ഗ്യാസ് അല്ലേ, ഗ്യാസ് കമ്പനികൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. വളരെ കുറച്ച് ഗ്യാസ് കമ്പനി, ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, അങ്ങനെയുള്ള കുറച്ച് കമ്പനിയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്താണ്? എല്ലായിടത്തും ഒരേ കുക്കിംഗ് ഗ്യാസ് അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഹോമോജീനിയസ് ആണ്. അതുപോലെ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ഉള്ള കമ്പനികളും ഉണ്ട്. ഹൈ കോൺസെൻട്രേഷൻ റേഷ്യോ. ഹൈ കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് ഷെയർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഇൻഡിവിജ്വൽ ഫേംസിനും മാർക്കറ്റ് ഷെയർ വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള ഓരോ കമ്പനികളുടെയും ഓരോ സെല്ലേഴ്സിന്റെയും മാർക്കറ്റിലുള്ള അവരുടെ പ്രോഡക്റ്റിന്റെ അളവ് കൂടുതലായിരിക്കും. മാർക്കറ്റിലുള്ള ഇൻഫ്ലുവൻസ് ഓരോ സെല്ലേഴ്സിനും കൂടുതലാണ്. കാരണം 5 ഫേംസേ ഉള്ളെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 10 ഫേംസേ ഉള്ളൂ. ഇതിൽ ഓരോരുത്തരും ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ നടത്തുന്ന ഫേംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലുള്ളവരുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ളവരുടെ ഷെയർ കൂടുതലായിരിക്കും. മാർക്കറ്റിലുള്ളവരുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് അസംഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? ഫ്യൂ സെല്ലേഴ്സ്, ഇന്റർഡിപ്പെൻഡൻസ്, ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ്, സെല്ലിംഗ് കോസ്റ്റ് ഈസ് വെരി ഹൈ, പ്രൈസ് റിജിഡിറ്റി, homogeneous or differentiated products, high concentration ratio. High concentration ratio. Okay. ഇനി പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഒളിഗോപ്പൊളി. ഒളിഗോപ്പൊളി മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. There are different approaches to pricing under oligopoly. There are different approaches to pricing under oligopoly. ഒളിഗോപ്പൊളി മാർക്കറ്റിൽ പ്രൈസ് ഡിറ്റർമിനേഷന് വില നിർണ്ണയിക്കാനായിട്ട് ഒരുപാട് അപ്രോച്ചുകളുണ്ട്. ഒന്ന്, കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. കിങ് എന്ന് വെച്ചാൽ ഒടിവ്. ഡിമാൻഡ് കർവിൽ ഒടിവ് സംഭവിച്ചിരിക്കുന്നു. അതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. പറയുമ്പോൾ മനസ്സിലാവും. ദ മോഡൽ സ്റ്റേറ്റ്സ് ദാറ്റ്, നമ്മൾ പറഞ്ഞു ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അതായത് ഈ ഒടിവുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നോ എക്സാക്സിന് പാരലൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡിമാൻഡ് കർവിൽ ഒരു ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഒളിഗോപ്പൊളി മാർക്കറ്റ്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത. മനസ്സിലായോ? അതാണ്. അപ്പോൾ നമുക്ക് ദ മോഡൽ സ്റ്റേറ്റ്സ് ദാറ്റ് the price once determined does not show a tendency to change. നേരത്തെ പറഞ്ഞു പ്രൈസ് റിജിഡിറ്റി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതാണ് പറയുന്നത്. കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ പറയുന്നത്, മോഡൽ സ്റ്റേറ്റ്സ് ദാറ്റ് the price on determined, ഒരിക്കൽ നിർണ്ണയിക്കപ്പെട്ട പ്രൈസ് does not show a tendency to change.
ഇത് മാറ്റം ഉണ്ടാകാനുള്ള ടെൻഡൻസി കാണിക്കുന്നില്ല. കുറേ കാലത്തേക്ക് ആ പ്രൈസിൽ തന്നെ ആയിരിക്കും ഇവിടുത്തെ സെല്ലേഴ്സ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. ആ വിലയ്ക്കായിരിക്കും ബയേഴ്സ് സാധനങ്ങൾ വാങ്ങുന്നത്. ഇറ്റ് റിമെയിൻ സ്റ്റിക്കി ഓർ റിജിഡ്. ഇവിടുത്തെ പ്രൈസ് എന്തായിരിക്കും? സ്റ്റിക്കി അല്ലെങ്കിൽ റിജിഡ് ആയിരിക്കും. പ്രൈസ് സ്റ്റിക്നെസ്, സ്റ്റിക്കി ഓർ റിജിഡ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ അല്ല, സ്ഥിരമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്താ പറയുന്നത്? ഇവിടെ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്ന പ്രൈസ് എന്ത്, മാറ്റം ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ റിജിഡ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ സ്റ്റിക്കി പ്രൈസ് ആയിരിക്കും. നോക്ക്, ദ ഡിമാൻഡ് കർവ് ഡസ് നോട്ട് മൂവ് ഓവർ ദ യൂഷ്വൽ സ്മൂത്ത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. നോക്ക്, ദ ഡിമാൻഡ് ഡസ് നോട്ട് മൂവ്, ഡിമാൻഡ് മൂവ് ചെയ്യുന്നില്ല ഓവർ ദി യൂഷ്വൽ സ്മൂത്ത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. ഇവിടെ എന്താണ് ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്? നമ്മളെ നോർമലി നമ്മൾ പറയുന്ന സ്മൂത്ത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് അല്ലേ നോർമൽ സാധാരണ മാർക്കറ്റുകൾ വരുന്നത്? നമ്മൾ നോർമലി പഠിച്ചിട്ടുള്ള ഡിമാൻഡ് കർവ് എന്താണ്? നമ്മുടെ നോർമൽ സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അങ്ങനെയുള്ള ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവിലൂടെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഡിമാൻഡ് അല്ല ഇവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഒരേ തരത്തിലുള്ള ഡിമാൻഡ് അല്ല എവിടെയുള്ളത്, ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിൽ ഉള്ളത്. ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിലൂടെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്ന ഡിമാൻഡ് അല്ല ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ആ ഒരേ ടൈപ്പ് അല്ലെങ്കിൽ നമ്മളെ നോർമലി നമ്മൾ പഠിച്ചിട്ടുള്ള ഡിമാൻഡ് അല്ല ഇവിടെ ഉള്ളത്. എന്തായത്? there is king on the demand curve. ഇവിടെ എന്തുണ്ട്? ഒരു കിങ്, ഒടിവുണ്ട്. എന്തിലാണ് ഒടിവുള്ളത്? ഓൺ ദ ഡിമാൻഡ് കർവിൽ ഒരു ഒടിവുണ്ട്. എഗെയിൻസ്റ്റ് ദ പ്രിവെയിലിംഗ് പ്രൈസ്. എവിടെയാണ്? എഗെയിൻസ്റ്റ് ദ പ്രിവെയിലിംഗ് പ്രൈസ്, നിലവിലുള്ള വിലയിൽ. അപ്പൊ നിലവിലുള്ള വിലയ്ക്ക് ഒരു വില ഉണ്ടാവുമല്ലോ അവിടെ. ആ വിലയിൽ, ആ നിലവിൽ ഒരു വിലയിലാണ് അവർ സാധനങ്ങൾ വിൽക്കുകയും പിന്നെ മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രിവെയിലിംഗ് പ്രൈസ്. ആ പ്രിവെയിലിംഗ് പ്രൈസ്, ആ പ്രൈസ് റിജിഡുമാണ്. ആ പ്രൈസിൽ വെച്ചിട്ട് ഡിമാൻഡ് കർവിൽ ഒടിവ് സംഭവിക്കുന്നു. മനസ്സിലായില്ലേ? there is a king on the demand curve. എവിടെയാണ് ആ കിങ് സംഭവിച്ചിട്ടുള്ളത്? എഗെയിൻസ്റ്റ് ദ പ്രിവെയിലിംഗ് പ്രൈസ്, അല്ലെങ്കിൽ ആ കിങ്ങിലാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. ആ ഒടിവിൽ വെച്ചിട്ടാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രൈസ് എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് സ്ഥിരമായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് റിജിഡിറ്റി. അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ പ്രിവെയിലിംഗ് പ്രൈസ് എന്താ സൂചിപ്പിക്കുന്നത്? പ്രൈസ് റിജിഡിറ്റിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡിമാൻഡ് കർവിൽ കിങ് ഉണ്ട്. അത് ഏത് പോയിന്റിലാണ് കിങ് സംഭവിച്ചിരിക്കുന്നത്? അറ്റ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്, നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിൽ, അല്ലെങ്കിൽ ആ മാർക്കറ്റ് പ്രൈസ് കുറെ കാലത്തേക്ക് സ്ഥിരവുമായിരിക്കും. അതാണ് ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ കിങ് ഈസ് ഫോംഡ് അറ്റ് ദ പ്രിവെയിലിംഗ് പ്രൈസ്. നിലവിലുള്ള പ്രൈസിലാണ്, നിലവിൽ ഡിറ്റർമിൻ ചെയ്യപ്പെട്ട പ്രൈസിലാണ് അവർ കിങ് സംഭവിച്ചിരിക്കുന്നത്. ബിക്കോസ്, എന്തുകൊണ്ടാണ് ആ കിങ് ഉണ്ടായത്? നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിലാണ് കിങ് ഉണ്ടായത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ സെഗ്മെന്റ് എബോവ് ദ ഡിമാൻഡ് കർവ്, അല്ലേ? ബിക്കോസ് ദ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എബോവ് ദ പ്രിവെയിലിംഗ് പ്രൈസ് ലെവൽ ഈസ് ഹൈലി ഇലാസ്റ്റിക് ആൻഡ് ദ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ബിലോ ദ പ്രൈസ് ലെവൽ ഈസ് ഇൻഇലാസ്റ്റിക്. അപ്പൊ എന്താണ്ടേ? അപ്പൊ അവർ പറയുന്നത് ബിക്കോസ് സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എബോവ് ദ പ്രിവെയിലിംഗ് പ്രൈസ്, പ്രിവെയിലിംഗ് പ്രൈസിലാണല്ലോ ഒടിവ് സംഭവിച്ചത് ഡിമാൻഡ് കർവില്. അപ്പൊ ആ ഒടിവ് സംഭവിച്ച ആ പ്രിവെയിലിംഗ് പ്രൈസ് ഉണ്ടല്ലോ, അതിന് മുകളിലുള്ള ഡിമാൻഡ് കർവിന്റെ സെഗ്മെന്റ് എന്ന് പറയുന്നത്, സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എബോവ് ദ പ്രിവെയിലിംഗ് പ്രൈസ് ലെവൽ. ആ പ്രിവെയിലിംഗ് പ്രൈസ് ലെവലിൽ ഒടിവ് സംഭവിച്ചു, കിങ് ഉണ്ട്. ആ ഒടിവ് സംഭവിച്ചതിന് മുകളിലുള്ള ഡിമാൻഡ് കർവിന്റെ ഭാഗം എന്ന് പറയുന്നത് ഹൈലി ഇലാസ്റ്റിക്. ആ ഭാഗം എന്തായിരിക്കും? ഹൈലി ഇലാസ്റ്റിക് ആയിരിക്കും. എന്ന് വെച്ചാൽ പ്രൈസിലുള്ള ചേഞ്ചിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഡിമാൻഡിലുള്ള ചേഞ്ച്. അതാണ് ഹൈലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഹൈലി ഇലാസ്റ്റിക്, പ്രൈസിലുള്ള സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടായാലും ഡിമാൻഡിൽ ഭയങ്കരമായ ചേഞ്ച് ഉണ്ടാകുന്നു. ഹൈലി ഇലാസ്റ്റിക്. ആൻഡ് ദ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ബിലോ ദ പ്രൈസ് ലെവൽ ഈസ് ഇൻഇലാസ്റ്റിക്. ഇനി എന്താണ്? ആൻഡ് സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ബിലോ ദ പ്രൈസ്, ആ കിങ്ങിന് താഴെ ഉണ്ടല്ലോ, പ്രിവെയിലിംഗ് പ്രൈസിന് താഴെ, അവിടെയുള്ള ഡിമാൻഡ് കർവിന്റെ സെഗ്മെന്റ് എന്താണ്? അവിടെ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അവിടെ എന്തായിരിക്കും? ഇവിടെ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡിമാൻഡ് കർവിൽ ഒടിവുണ്ട്. ആ ഒടിവിന് മുകളിലുള്ള ഡിമാൻഡ് കർവിന്റെ ഭാഗം ഇലാസ്റ്റിക് ആയി, ഹൈലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല, ഹൈലി ഇലാസ്റ്റിക്. ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ താഴെ എന്താണ്? ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അപ്പം മുകളിൽ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഹൈലി ഇലാസ്റ്റിക്, താഴത്തെ ഭാഗം ഇൻഇലാസ്റ്റിക്കുമായിരിക്കും. എന്ന് വെച്ചാൽ രണ്ട് ഇലാസ്റ്റിസിറ്റികൾ ഉണ്ടാകും. സാധാരണ ഒരു ഡിമാൻഡ് കർവിൽ ഒറ്റ ഇലാസ്റ്റിസിറ്റിയാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഒടിവുള്ളത് കൊണ്ട് മുകളിൽ ഹൈ ഇലാസ്റ്റിക്കും താഴെ ലെസ് ഇലാസ്റ്റിക്കും അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക്കും ആയിരിക്കും. The King's demand curve hypothesis was put forward by Paul MCC. അപ്പോ ഓർക്കുക, അത് ചോദിച്ചിട്ടുണ്ട്. കിങ്ഡ് ഡിമാൻഡ് കർവ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഡെവലപ്പ് ചെയ്ത ആരാണ്?
പോൾ എം സി സി എന്ന് പറയുന്ന ഇക്കോണമിസ്റ്റ് ആണ്. പോൾ എം സി സി എന്ന ഇക്കോണമിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദാ കിങ്ഡ് ഡിമാൻഡ് കർവ് നോക്കിയേ, ഗ്രാഫ് നോക്കിയേ. ദാ ഇവിടെ ഒ പി എന്ന് പറയുന്ന പ്രൈസ് അല്ലെങ്കിൽ പി എന്ന പ്രൈസ് കണ്ടോ, ഇതാണ് പ്രിവെയിലിംഗ് പ്രൈസ്. ആ പ്രൈസിൽ ഡിമാൻഡ് കർവ് കണ്ടോ, D1 ആണ് ഡിമാൻഡ് കർവ് കണ്ടോ, D1 ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഒക്കെ തന്നെയാണ്. D1 ആണ് ഡിമാൻഡ് കർവ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഒടിവ് സംഭവിച്ചിരിക്കുന്നത് ഏത് പോയിന്റിലാണ്ടേ ഒടിവ് സംഭവിച്ചിരിക്കുന്നത്? കെ എന്ന പോയിന്റിൽ കണ്ടോ ഒരു കിങ് സംഭവിച്ചിരിക്കുന്നു, ഒടിവ് സംഭവിച്ചിരിക്കുന്നു കെ എന്ന പോയിന്റിൽ. അവിടെ വെച്ചിട്ടുള്ളതാണ് ഈ പ്രിവെയിലിംഗ് പ്രൈസ് പി എന്ന് പറയുന്നത്. അവിടുത്തെ ക്വാണ്ടിറ്റി ആണ് ഇവർ വിൽക്കുന്നത്. OQ ആണ് ഇവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഇവർ സെല് ചെയ്യുന്ന ക്വാണ്ടിറ്റി. അപ്പോൾ ഈ കിങ്ങിന് മുകളിൽ കണ്ടോ, ഈ കെക്ക് മുകളിൽ ഒരു ഭാഗമുണ്ട്, DK എന്ന് പഠിച്ചുകൂടെ? DK എന്ന് വിളിക്കാം അല്ലേ? DK എന്ന പോർഷൻ കണ്ടോ, അതെന്തായിരിക്കും? അവിടുത്തെ ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ഹൈലി ഇലാസ്റ്റിക്, ഹൈ ഇലാസ്റ്റിക് ആയിരിക്കും അല്ലേ? ഇനി ഇവിടെ ഈ പോർഷൻ കണ്ടോ, KD1 എന്ന പോർഷൻ കണ്ടോ, DK അതുപോലെ എന്താണ് KD1 അല്ലെങ്കിൽ D1K എന്ന് കൊടുക്കാം. KD1 താഴത്തെ പോർഷൻ, കിങ്ങിന് ശേഷമുള്ള പോർഷൻ കണ്ടോ, KD1 എന്താണ്? ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും, ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പൊ മുകളിൽ ഹൈ ഇലാസ്റ്റിക്കും താഴെ ലെസ് ഇലാസ്റ്റിക്കും ആയിരിക്കും. ലെസ് ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ, പ്രൈസിൽ ഉള്ള ചേഞ്ച് ആയിരിക്കും കൂടുതൽ, ഡിമാൻഡിലുള്ള ചേഞ്ച് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഇവിടെ ഫ്യൂ സെല്ലേഴ്സേ ഉള്ളൂ. അതിൽ ഒരു സെല്ലർ ഈ പ്രിവെയിലിംഗ് പ്രൈസ് പി ആണ്, ഈ പ്രിവെയിലിംഗ് പ്രൈസിനേക്കാൾ പ്രൈസ് കൂട്ടുന്നതെന്ന് കരുതുക. അതാ ഈ P-യേക്കാൾ പ്രൈസ് P1 ആക്കുന്നതെന്ന് കരുതുക. അപ്പോൾ പ്രൈസ് കൂട്ടി, ഒരു സെല്ലർ പ്രൈസ് കൂട്ടി, ഒരു ഫേം പ്രൈസ് കൂട്ടി. അപ്പോൾ അങ്ങനെ പ്രൈസ് കൂട്ടുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യത്തില്ല, അത് ഫോളോ ചെയ്യത്തില്ല. പ്രൈസ് കൂട്ടിയാൽ മറ്റുള്ളവർ എന്ത് ചെയ്യില്ല, മറ്റ് ഫേംസ് അത് ഫോളോ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ വില കൂട്ടിയ ഫേമിന് അയാളുടെ കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടും. കാരണം അയാൾക്ക് എന്താണ്, പ്രൈസ് കൂട്ടുമ്പോൾ ഈ കസ്റ്റമേഴ്സ് എല്ലാം നേരെ എവിടേക്ക് പോകും, മറ്റു ഫേംസിലേക്ക് പോകും. അപ്പോൾ വലിയ തോതിൽ ഡിമാൻഡ് കുറയും. അപ്പോൾ പ്രൈസിൽ ഒരു ചെറിയ വർധന വരുത്തിയപ്പോൾ വലിയ തോതിൽ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ ഡിമാൻഡ് വലിയ തോതിൽ കുറഞ്ഞപ്പോൾ അതാണ് ഹൈ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ഡിമാൻഡിലുള്ള ചേഞ്ച് കൂടുതലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇലാസ്റ്റിസിറ്റി അവിടെ കൂടുതലാണ്. പ്രൈസ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വർദ്ധിപ്പിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ടു. കാരണം എന്താണ്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ബാക്കിയുള്ള ഒരു വില വർദ്ധിപ്പിച്ചോ? ഇല്ല. ഇനി നേരെ നിറച്ച് വില കുറയ്ക്കുന്നു എന്ന് വെക്കുക, ഏതെങ്കിലും ഫേം വില കുറയ്ക്കുന്നു. വില കുറച്ചാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഫേംസും അത് ഫോളോ ചെയ്യും, അപ്പോൾ എന്താണ്, പഴയ അവസ്ഥ തന്നെയാണ്. അപ്പോൾ വലിയ വ്യത്യാസം വരത്തില്ല, ഡിമാൻഡിൽ വലിയ വ്യത്യാസം വരും. അതുകൊണ്ട് ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ അവിടെ ഇലാസ്റ്റികത എന്തായിരിക്കും, കുറവായിരിക്കും. ഡിമാൻഡുള്ള ചേഞ്ച് കുറവായിരിക്കും. വില കുറച്ച ഫേംസിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല. വില കുറച്ച് ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് കിട്ടും, ബാക്കിയുള്ളവരും അതേപോലെ എന്ത് ചെയ്യും, വിലയും കുറയ്ക്കും. അപ്പോൾ അതിന് നേട്ടമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ലെസ് ഇലാസ്റ്റിക് എന്ന് പറയാനും കാരണം. അപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലാക്കിയില്ല, ചിലരും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓർക്ക് ആ കിങ്ങിന് മുകളിൽ ഹൈ ഇലാസ്റ്റിക്, അതായത് എബോവ് ദ കിങ് ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡും ബിലോ ദ കിങ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡുമാണ്. അപ്പോൾ രണ്ടിടത്തും 2 ഇലാസ്റ്റിസിറ്റി ആണല്ലോ, അതാണ് ആ കിങ്ങിൻ്റെ കാരണം. അപ്പോൾ അവിടുത്തെ പ്രൈസ് റിജിഡ് പ്രൈസ് അല്ലെങ്കിൽ പ്രിവെയിലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ കിങ്ങിന്റെ ഡിമാൻഡ് കർവ് മോഡൽ ഡെവലപ്പ് ചെയ്ത ആരാണ്? പോൾ എം സി സി ആണ്. അടുത്ത രണ്ടാമത്തെ നമ്മൾ പ്രൈസ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒളിഗോപ്പൊളി മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിനേഷൻ. അതിൽ ആദ്യത്തെ നമ്മൾ പഠിച്ചു ഏതാണ്? കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. അത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്ത് പറഞ്ഞല്ലോ. ഇനി മറ്റൊരു മോഡൽ, മറ്റൊരു രീതിയിലും ഇവിടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ പ്രൈസ് ഡിറ്റർമിനേഷൻ മോഡലാണ് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ. അപ്പോൾ ആദ്യത്തെ ഏതാണ്ട് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഒളിഗോപ്പൊളി മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിനേഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ പഠിച്ചു. അടുത്ത രണ്ടാമത്തെ മറ്റൊരു രീതിയാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ്റെ മറ്റൊരു രീതിയാണ് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ. അതായത് വില നേതൃത്വം എന്ന് പറയും. പ്രൈസ് ലീഡർഷിപ്പിന്റെ മലയാളം എന്താണ്? വില നേതൃത്വം എന്ന് പറയും. അതെന്താ? അണ്ടർ ഒളിഗോപ്പൊളി ദ ഫേംസ് ഡു നോട്ട് ലൈക്ക് ടു കോമ്പീറ്റ് ആൻഡ് പെരിഷ്. ഒളിഗോപ്പൊളി മാർക്കറ്റ് നമുക്കറിയാം, കുറച്ച് ഫേംസ് അല്ലേ ഉള്ളൂ. അവരെന്ത് ഡു നോട്ട് ലൈക്ക് ടു കോമ്പീറ്റ് ആൻഡ് പെരിഷ്. അവർ എന്ത് ചെയ്യില്ല, ഡു നോട്ട് ലൈക്ക്, അവർ ഇഷ്ടപ്പെടുന്നില്ല. കോമ്പീറ്റ്, പരസ്പരം മത്സരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് പെരിഷ്, അങ്ങനെ മത്സരിച്ച് എന്താണ് നശിച്ചു പോകാൻ, പുറത്തു പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. They would cooperate and flourish. അവർ എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു? They would cooperate and flourish. അവർ പരസ്പരം സഹകരിച്ച് ഫ്ലറിഷ് ചെയ്യാൻ, വളർന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ. വൺ ഫേം എമർജസ് ആസ് ദ ലീഡർ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പ് അല്ലേ, ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൽ ഒരു പരസ്പരം മത്സരിക്കുകയൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? വൺ ഫേം എമർജസ് ആസ് ദ ലീഡർ ആൻഡ് ഫിക്സ് ദ പ്രൈസ്. എന്നിട്ട് ഈ കുറച്ച് ഫേംസിൽ ഏതെങ്കിലും ഒരു ഫേം എന്തായി മാറും? ഒരു ലീഡറായിട്ട് മാറും, ഒരു നേതൃത്വ നിരയിലേക്ക് വരും.
ആൻഡ് ഫിക്സ് ദ പ്രൈസ്. എന്നിട്ട് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് അതർ ഫോളോ ദ പ്രൈസ് ഫിക്സഡ് ബൈ ദ ലീഡർ. ലീഡർ ഫിക്സ് ചെയ്ത പ്രൈസ് മറ്റുള്ളവർ എന്ത് ചെയ്യും? ഫോളോ ചെയ്യും. ആൻഡ് അഡ്ജസ്റ്റ് ഔട്ട്പുട്ട് ദ പ്രൈസ്. ആ പ്രൈസിനനുസരിച്ച് ഇവർ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പരസ്പരം തമ്മിലടിക്കാൻ മീൻസ് ഈ പ്രൈസ് വാർ നടത്തി അല്ലേ. എന്ന് വെച്ചാൽ പ്രൈസ് നമുക്കറിയാം ചില ഫേംസ് നമുക്ക് മത്സര കച്ചവടമൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെയൊന്നുമല്ല, ഇവർ കുറച്ച് ഫേംസേ ഉള്ളതുകൊണ്ട് ഇവർ മാത്രമല്ല ലാർജ് സ്കെയിൽ ഫേംസുമാണ്. അതുകൊണ്ട് ഇവർ പരസ്പരം മത്സരിക്കാനോ അങ്ങനെ മാർക്കറ്റിന് പുറത്ത് പോകാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയോ പരസ്പരം കോർപ്പറേറ്റ് ചെയ്ത് ഫ്ലറിഷ് ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ച് ഫേംസിൽ 10 ഫേംസ് ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഫേം എന്തായി മാറും? ഒരു ലീഡറായി മാറും. എന്നിട്ട് അവർ പ്രൈസ് ഫിക്സ് ചെയ്യും, ബാക്കിയുള്ളവർ ഫോളോ ചെയ്യും. എന്നിട്ട് ഓരോ ഫേമും അതിനനുസരിച്ച് ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ആരാണ് ഈ ലീഡറായിട്ട് മാറുന്നത്? എങ്ങനെയാണ്? ഈ എക്സ്പീരിയൻസ് ഉള്ള ഫേംസ് കാണുമല്ലോ. എല്ലാ ഫേംസിനും ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കില്ല. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേംസ് അവിടെ കാണും. ആ ഫേംസ് എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന, ഇപ്പോൾ ജുവലേഴ്സിൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ പണ്ട് തൊട്ടേ ഉള്ള ജുവല്ലറികളുണ്ട്. അപ്പോൾ അവർക്കുള്ള പ്രത്യേകത ഈ മൂവ്മെൻറ്റ്സ്, മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ മറ്റുള്ള ഫേംസ് ഊഹിക്കും, അല്ലെങ്കിൽ ഇവർ പറയും നിങ്ങൾ വില നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നു, നിങ്ങളിത് ഫിക്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഒരു വില ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കും മാർക്കറ്റിൽ എന്തോ ചേഞ്ച് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ഇവർ ഫിക്സ് ചെയ്തത് ഈ വില. അപ്പോൾ എന്താണ്? ഇവരെ വിശ്വസിച്ച് ബാക്കിയുള്ളവരും പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. കാര്യം എന്താണ്? ഇവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേംസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേംസ് ഈ ലീഡർ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നതൊന്നും അല്ല, ആരും കൊടുക്കുന്നതല്ല. അവർ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർ ലീഡറാക്കി പരിഗണിക്കുന്നതാണ്. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേംസ് അവരെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവന്നാൽ അത് കൃത്യമായിട്ടുള്ളതായിരിക്കും. കാരണം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. അതുകൊണ്ടാണ് അങ്ങനെ അവർ ലീഡറായി മാറുകയും അവരെ ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഫോളോ ചെയ്യും. ഇതാണ് പ്രൈസ് ലീഡർഷിപ്പ് മോഡലിൽ പറയുന്നത്. ഇനി ഈ പ്രൈസ് ലീഡർഷിപ്പ് പല വിധത്തിലുണ്ട്. ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് നമുക്ക് നോക്കാം. എന്താണ്? ഒന്ന് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. ഒന്നെന്താണ്ട് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. ഈ പ്രൈസ് ലീഡർഷിപ്പ് പല വിധത്തിലുണ്ട്. ഒന്ന് ബാരോമെട്രിക്. എന്താണ്? അണ്ടർ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് ഓൾഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേം. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഓൾഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേംസ്, വളരെയധികം അല്ലേ അത്രത്തോളം മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേം വിച്ച് ഈസ് ഏബിൾ ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് ഇൻ ദ മാർക്കറ്റ്. അവർക്ക് എന്തിനു കഴിയും? പ്രവചിക്കാൻ കഴിയും ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് ഇൻ ദ മാർക്കറ്റ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റും. ആർക്കാണ്? ഓൾഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേംസ്. കാരണം അവർ എത്രയും വർഷത്തെ കാര്യം നമ്മൾ കണ്ടിട്ടില്ല, എത്ര വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ പറയും. സിൻസ് 1819 അല്ലെങ്കിൽ സിൻസ് 1925 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് എക്സ്പീരിയൻസ്ഡ് ഫേംസ്. അവർക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡെവലപ്മെന്റ്സ് അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അസ്യൂംസ് ദ റോൾ ഓഫ് എ ലീഡർ. അങ്ങനെ അവരെന്തായി മാറുന്നു? അസ്യൂംസ് ദ റോൾ ഓഫ് എ ലീഡർ. അവർ ഏതിൻ്റെ റോളിലേക്ക്? ഒരു ലീഡറിൻ്റെ റോളിലേക്ക് വരുന്നു. അല്ലെങ്കിൽ മറ്റ് ഫേംസ് അവരെ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? അത് ഫോളോ ചെയ്യുന്നു. അവർ നിശ്ചയിച്ച വില എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. ഇതാണ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് ഓക്കെ ആണല്ലോ. ഇനി ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ രണ്ടാമത്തെ ടൈപ്പാണ്. പ്രൈസ് ലീഡർഷിപ്പിൽ രണ്ടാമത്തെ ടൈപ്പാണ് ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ. ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ എന്ന് പറയും. നോക്ക്, when a firm enjoys cost advantage, when a firm enjoys cost advantage, it assumes the role of the leader and fix the price. അപ്പോൾ എന്താണ്? when a firms enjoys cost advantage, ചില ഫേംസിന് എന്ത് കാണും? മറ്റുള്ള ഫേംസിനെ അപേക്ഷിച്ച് കോസ്റ്റ് അഡ്വാൻറ്റേജ് കാണും. കാരണം കുറഞ്ഞ കോസ്റ്റിന് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കാരണം അവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ടെക്നോളജിയിൽ അവയർനെസ് കാണും അല്ലേ, അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള വർക്കേഴ്സ്, മറ്റുള്ള ഫേംസിന് കിട്ടാത്ത സ്പെഷ്യലൈസ് ആയിട്ടുള്ള വർക്കേഴ്സ് കാണും. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജ് കാണും. ആർക്കാണ്? ചില ഫേംസിന്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇറ്റ് അസ്യൂംസ് ദ ലീഡർ ആൻഡ് ഫിക്സ് ദ പ്രൈസ്. അങ്ങനെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഫേംസിന് വളരെ എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? ഇവരെന്തായി മാറും? ഒരു ലീഡറുടെ റോളിലേക്ക് വരികയും പ്രൈസ് ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഇവർ ബാക്കിയുള്ള അതർ ഫേംസ് വിൽ ഫോളോ ഇറ്റ്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അവരെ ഫോളോ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഫേംസും എന്തായി മാറും? ലീഡറായിട്ട് മാറും. ഇതാണ് ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേംസ്, ഇവിടെ ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ. അതിനെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫേംസ് ലീഡറായിട്ട് മാറുന്നതിന് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്, ഇവിടെ ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ. ഓക്കെ ആണല്ലോ. ഡോമിനന്റ് ഫേം പ്രൈസ് ലീഡർ മറ്റൊരു മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ഡോമിനന്റ് ഫേം പ്രൈസ് ലീഡർ. എന്താണ്? ഡോമിനന്റ് ഫേം മേധാവിത്വം പുലർത്തുന്ന ഫേം, മാർക്കറ്റിൽ ഡോമിനൻസ്, മേധാവിത്വമുള്ള ഫേം. ഡോമിനന്റ് ഫേം ഈസ് ഓൺ വിച്ച് കൺട്രോൾസ് എ മേജർ പോർഷൻ ഓഫ് ദ മാർക്കറ്റ് സപ്ലൈ. അതായത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ആ മാർക്കറ്റ് സപ്ലൈ ഉണ്ടല്ലോ, മാർക്കറ്റിലെ മൊത്തം പ്രൊഡക്ഷൻ,
അതിൻ്റെ വലിയൊരു പങ്ക് കൺട്രോൾ ചെയ്യുന്ന ഫേംസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ മാർക്കറ്റ് സപ്ലൈയിൽ ഏറ്റവും കൂടുതൽ നടത്തുന്ന പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ഫേം ഉണ്ടാകും. എന്ന് വെച്ചാൽ വലിയ സ്ഥാപനങ്ങൾ. മനസ്സിലായില്ലേ? അവരാണ് ഡോമിനന്റ് ഫേം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഡോമിനന്റ് ഫേം ഫിക്സസ് എ പ്രൈസ് ടു ഇറ്റ്സ് അഡ്വാൻറ്റേജ്. ഈ ഡോമിനന്റ് ഫേംസ് എന്ത് ചെയ്യും? മറ്റുള്ള ഫേംസിനേക്കാൾ മാർക്കറ്റിൽ കൺട്രോൾ അവർക്കാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ അഡ്വാൻറ്റേജ് നോക്കി പ്രൈസ് ഫിക്സ് ചെയ്യും. അവർക്ക് സെയിൽസ് കൂട്ടാൻ വേണ്ടിയൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യും. ആൻഡ് അത് സിംപ്ലി ഫോളോ ഇറ്റ്. മറ്റുള്ളവർ എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്തേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ സെയിൽസ് മൊത്തം അവർ കൊണ്ടുപോകില്ലേ? അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഇത് ഫോളോ ചെയ്യും. ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഔട്ട്പുട്ട്, എന്നിട്ട് ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡോമിനന്റ് ഫേം. അപ്പോൾ ഡോമിനന്റ് ഫേം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഷെയർ ഏറ്റവും കൂടിയ ഫേം, അങ്ങനെ പറയാം. മാർക്കറ്റിൽ പ്രൊഡക്ഷൻ ഷെയർ ഏറ്റവും കൂടുതൽ ഫേമാണ് ഡോമിനന്റ് ഫേം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അല്ലാതെ മറ്റുള്ളവർ ഫിക്സ് ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഫിക്സ് ചെയ്യുന്നത്, അവരുടെ അഡ്വാൻറ്റേജിന്. അപ്പോൾ അറിയാം, ഇവർ പ്രൈസ് ഫിക്സ് ചെയ്താൽ ഇതിൽ കുറച്ച് ഫിക്സ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല, കൂട്ടി ഫിക്സ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ ഫിക്സ് ചെയ്ത അതേ പ്രൈസിന് മറ്റുള്ളവർ ഫിക്സ് ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ ഈ ഡോമിനന്റ് ഫേം എന്തായി മാറി? ഒരു ലീഡറായിട്ട് മാറി. ഇതാണ് ഡോമിനന്റ് ഫേം പ്രൈസ് ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് കൊളൂസീവ് മോഡൽ. കൊളൂസീവ് മോഡൽ എന്താണ്? കൊളൂസീവ് മോഡൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഓർക്കുക, ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്? ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്, ലോ കോസ്റ്റ് പ്രൈസ് ലീഡർ, അടുത്ത എന്താണ്? ഡോമിനന്റ് ഫേം പ്രൈസ് ലീഡർ. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രൈസ് ലീഡർഷിപ്പ് പഠിച്ചു. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, മറന്നു പോരുത്, എന്താണ്? പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഒളിഗോപ്പൊളി. അതിൽ ആദ്യം നമ്മൾ പറഞ്ഞ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ, രണ്ടാമത്തെ എന്താണ്? പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ. അങ്ങനെ പ്രൈസ് ലീഡർഷിപ്പിലൂടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഇപ്പോൾ പഠിച്ചത്. അടുത്ത ഇനി 3ാമത്തെ മോഡലാണ്, അതായത് പ്രൈസ് ഡിറ്റർമിനേഷൻ. അതിൽ നമ്മളിപ്പോൾ 3 ക്ലാസിഫിക്കേഷൻ വന്ന പ്രൈസ് ലീഡർഷിപ്പിന്റെ ക്ലാസിഫിക്കേഷനാണ്. അടുത്തത് പ്രൈസ് ഡിറ്റർമിനേഷനിൽ 3ാമത്തെ പോയിന്റ് ആണ് വരുന്നത്, കൊളൂസീവ് മോഡൽ. കൊളൂസീവ് മോഡൽ. കൊലൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൊലൂഷൻ കൂടിച്ചേരൽ, അല്ലെങ്കിൽ ഒത്തുകളി എന്ന് പറയും. ഒരുമിച്ച് ഒത്തുകളിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഒത്തുകളിക്കുക എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഈ ഫേംസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് കൊളൂസീവ് മോഡൽ. കൊലൂഷൻ, കോപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് വില നിർണ്ണയിക്കുന്നു. എന്താണ്? നോക്കിയേ, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദെയർ കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ദ കോമ്പീറ്റിംഗ് ഫേംസ്, പരസ്പരം മത്സരിക്കുന്ന സ്ഥാപനങ്ങൾ, പൊതുവായ താല്പര്യം എന്താണ്? എല്ലാ സ്ഥാപനങ്ങളും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അതിനുവേണ്ടി മേ കം ടു ആൻ എഗ്രിമെന്റ്, അവരൊരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നു, കരാറിൽ എത്തിച്ചേരുന്നു. റിഗാർഡിംഗ് ദ പ്രൈസിംഗ് പോളിസി ടു ബി ഫോളോഡ് ബൈ ദ ഫേംസ്. എന്തുമായി ബന്ധപ്പെട്ട്? പ്രൈസിംഗ് പോളിസിയുമായി ബന്ധപ്പെട്ട്, വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. എന്ന് വെച്ചാൽ ഓരോ ഫേംസും ഫോളോ ചെയ്യേണ്ട വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു ഉടമ്പടിയിൽ ഈ കോമ്പീറ്റിംഗ് ഫേംസ് എത്തിച്ചേരുന്നു. എന്തിനു വേണ്ടിയാണ്? അവരുടെ കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. അപ്പൊ എന്താണ്? in order to protect their common interest, പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, the competing firms may come to an agreement, ഈ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഫേംസ് ഒരു ഉടമ്പടിയിൽ, കരാറിൽ എത്തിച്ചേരുന്നു. എന്തുമായി ബന്ധപ്പെട്ട കരാറിലാണ് എത്തിച്ചേരുന്നത്? റിഗാർഡിംഗ് പ്രൈസിംഗ് പോളിസി, വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട്. ടു ബി ഫോളോഡ് ബൈ ദ ഫേംസ്, എന്തിനു വേണ്ടിയാണ്? ടു ബി ഫോളോഡ് ബൈ ആൾ ഫേംസ്, എല്ലാ ഫേംസും ഫോളോ ചെയ്യേണ്ട വിധത്തിൽ ഒരു കരാറിൽ, വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ എത്തിച്ചേരുന്നു. ഇതാണ് കൊളൂസീവ് മോഡൽ. എന്ന് വെച്ചാൽ ഇവരൊരു ഉടമ്പടി ഉണ്ടാക്കുന്നു, എല്ലാ ഫേംസും കൂടെ ചേർന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ആ എഗ്രിമെന്റിന്റെ പുറത്ത്, ആ എഗ്രിമെന്റിൽ പ്രൈസ്, ഓരോ ഫേംസ് ഫിക്സ് ചെയ്യേണ്ട പ്രൈസ് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതും പ്രൈസിംഗ് അല്ലേ? ഇതാണ് കൊളൂസീവ് മോഡലിൽ പറയുന്നത്. ഇഫ് ദ കൊലൂഷൻ ഈസ് ഓൺ ദ ബേസ് ഓഫ് ഫോർമൽ റിട്ടൺ എഗ്രിമെന്റ്. ഇനി കൊലൂഷൻ പലതരത്തിലുണ്ട്. ഇവരെ ഒത്തുകളിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എഗ്രിമെന്റിൽ എത്തിച്ചേർന്ന പലതരത്തിലുണ്ട്. ഇൻഫോർമൽ ആയിട്ടുള്ളതുണ്ട്, ഫോർമൽ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ പറയാണ് the collusion is on the base of formal written agreement. ഈ കൊലൂഷൻ നടത്തുന്നത്, ഈ കൂടിച്ചേരൽ നടത്തുന്നത്, എഗ്രിമെന്റ് നടത്തുന്ന ഒരു റിട്ടൺ എഗ്രിമെന്റ്, ഫോർമലായ ഔദ്യോഗികമായ റിട്ടൺ എഗ്രിമെന്റ്, ഇവരെല്ലാം കൂടി ചേർന്നിരുന്ന് അല്ലേ ഒരു റിട്ടൺ എഗ്രിമെന്റിലാണ്, അല്ലെങ്കിൽ എന്താണ് ഫോർമൽ എഗ്രിമെന്റ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എ കാർട്ടൽ. ഇവരെത്തിച്ചേരുന്ന ഈ എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് കാർട്ടൽ എന്ന് പറയും. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാർട്ടൽ. കാർട്ടൽ എന്ന് വെച്ചാൽ ഇവർ കൊലൂഷൻ നടത്താൻ ഒരു എഗ്രിമെന്റിൽ എത്തിച്ചേരുമല്ലോ, ആ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഫോർമൽ റിട്ടൺ എഗ്രിമെന്റ് ആണെങ്കിൽ, ഔദ്യോഗികമായിട്ടുള്ള റിട്ടൺ എഗ്രിമെന്റ് ആണ്, ഒഫീഷ്യൽ ആയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് കാർട്ടൽ. ഇതിനെ പറയുന്ന പേരെന്താണ്? കാർട്ടൽ എന്ന് പറയും. ഇപ്പോൾ അത് അപൂർവമായിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്താണ്? ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണുള്ളത്. അവർ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മാറ്റാറുണ്ട്. പക്ഷേ എങ്കിലും ചില രാജ്യങ്ങളിൽ എന്തുണ്ട്? സ്ഥാപനങ്ങൾ തമ്മിൽ ഫോർമലായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ ഫോർമൽ എഗ്രിമെന്റിനെ പറയുന്ന പേരാണ് കാർട്ടൽ. അപ്പോൾ ഈ കാർട്ടൽ എന്ന് പറയുന്നത് കൊലൂസീവ് മോഡലിലാണ് വരുന്നത്. കാർട്ടൽ എന്താണെന്ന് മനസ്സിലായല്ലോ?
ഓക്കെ. ദിസ് കൊളൂസീവ് അഗ്രിമെന്റ് എലിമിനേറ്റ്സ് ദ എലമെന്റ് ഓഫ് കോമ്പറ്റീഷൻ ആൻഡ് ദ ഫേംസ് വർക്ക് ഇൻ ദ കോപ്പറേഷൻ ആൻഡ് ഹാർമണി. ഈ കൊല്യൂഷൻ അഗ്രിമെന്റ് എലിമിനേറ്റ്സ് ദ എലമെന്റ് ഓഫ് കോമ്പറ്റീഷൻ. ഈ കൊല്യൂഷൻ വരുന്നതുകൊണ്ട് എന്താണ്, ഈ ഫേംസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നെല്ലാം എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത്, ഫേംസുകൾ തമ്മിൽ മത്സരിക്കുന്നില്ല, അവിടെ കോമ്പറ്റീഷന്റെ എലമെന്റ് ഇല്ലാതാകുന്നു. അപ്പോൾ കൊല്യൂഷന്റെ ഫലമായിട്ട് എന്ത്, കോമ്പറ്റീഷൻ ഇല്ലാതാകുന്നു. ആൻഡ് ഫേംസ് വർക്ക് ഇൻ കോപ്പറേഷൻ ആൻഡ് ഹാർമണി, അവര് പരസ്പരം കോർപ്പറേഷനിലും അല്ലെ അതുപോലെ ഹാർമണി സൗഹാർദ്ദത്തിലും അവർ പ്രവർത്തിച്ചു പോകുന്നു. ഓക്കെ, ഇതാണ് കൊല്യൂഷൻ. ഇത് പ്രൈസ് ഡിറ്റർമിനേഷൻ, പ്രൈസിംഗ് പോളിസി. അപ്പോൾ പ്രൈസിംഗ് പോളിസികൾ ഏതൊക്കെയാണ്? 3 പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ, രണ്ടെന്താണ്ടേ പറഞ്ഞത് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ, മൂന്നാമത്തത് കൊളൂസീവ് മോഡൽ. ഇങ്ങനെ 3 രീതിയിലാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ഇന്ന് അതിനകത്ത് തന്നെ എന്താണ്, പ്രൈസ് ലീഡർഷിപ്പിൽ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, 3 തരം പ്രൈസ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നു നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി. ഇപ്പൊ കൊളൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇവര് ഒത്തുകളിക്കുന്നു, ഫേംസ് ഒത്തുകളിക്കുന്നു, ഒരുമിച്ച് ചേർന്ന് ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്നതാണ് കൊളൂഷൻ. എന്നാൽ നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി ഉണ്ട്, പരസ്പരം ഒത്തുചേരാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആണ് നോൺ കൊളൂസീവ് എന്ന് വെച്ചാൽ കൊളൂഷൻ ഇല്ല, കൂടിച്ചേരലില്ല. കുറച്ച് ഫേംസ് ഉണ്ട്, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു, അവർ ഒരുമിച്ചൊരു എഗ്രിമെന്റ് ഒന്നും ഇല്ല. നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി നോക്കാം നമുക്ക്. നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി refers to a situation where firms in an oligopolist market compete with each other and do not engage in explicit collusion or coordination. അപ്പോൾ എന്താണ് നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി refers to a situation. നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി refers to a situation where firms in an oligopolistic market, ഒളിഗോപ്പൊളിസ്റ്റിക് മാർക്കറ്റിലെ അല്ലെങ്കിൽ ഒളിഗോപ്പൊളി മാർക്കറ്റിലെ ഫേംസ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ, അവർ പരസ്പരം മത്സരിക്കുന്നു. ആൻഡ് ഡു നോട്ട് എൻഗേജ് ഇൻ എക്സ്പ്ലിസിറ്റ് കൊല്യൂഷൻ, അവരെ പരിപൂർണമായ കൊല്യൂഷൻ ഒന്നും നടത്തത്തില്ല, ഒരുമിച്ച് ചേരുകയില്ല. ഓർ കോർഡിനേഷൻ, പരസ്പരം കോർഡിനേഷനിലൊന്നും ചേരുന്നില്ല. അവർ വ്യക്തമായ ഒരു കൊല്യൂഷനിൽ ഒരു ധാരണയിലെത്തുകയോ പരസ്പരം സഹകരിക്കുകയോ ചെയ്യുന്നില്ല. അതാണ് നോൺ കൊല്യൂസീവ് ഒളിഗോപ്പൊളി. അപ്പൊ നേരത്തെ കൊല്യൂഷൻ നേരെ ഓപ്പോസിറ്റ്, ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നില്ല, കോർപ്പറേഷനിൽ ഉണ്ടാക്കുകയോ പരസ്പരം സഹകരിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ പരസ്പരം എഗ്രിമെന്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. മനസ്സിലായില്ല? അങ്ങനെയും ഒളിഗോപ്പൊളി മാർക്കറ്റിലുണ്ട്. അവർ 2 തരത്തിലുണ്ട്, പരസ്പരം സഹകരിച്ചും പോകുന്നുണ്ട്, സഹകരിക്കാതെ പോകുന്നതിനെ പറയുന്ന പേരെന്താണ്? നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി. ക്ലിയർ ആണല്ലോ? ഇനി ഈച്ച് ഫേംസ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഇവിടെ എന്താണ്, ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈച്ച് ഫേംസ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. ഓരോ ഫേംസും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതുപോലെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. അല്ലാതെ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെയല്ലേ എടുക്കാനല്ലേ പറ്റൂടെ. ഇനി നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി മോഡൽസ്. ഈ നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചില മോഡൽസ്, തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കണ്ടന്റ് മാത്രം മതി നമുക്ക് അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി മോഡൽ, നമ്മൾ ഈ കൊലൂഷൻ ഇല്ലാത്ത ഒളിഗോപ്പൊളി മോഡലുകൾ ഏതൊക്കെയാണ്? ഒന്ന് കർണോട്ട് മോഡൽ, ബെർട്രാൻഡ് മോഡൽ, സ്റ്റാക്കൽബർഗ് മോഡൽ, എഡ്ജ്വർത്ത് മോഡൽ, കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ, ചേംബർലിൻ മോഡൽ. ഇത്രയുമാണ് നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ താഴെ ഇത് എക്സാമിന് ചോദിക്കും, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി മോഡൽ. ഇതിനകത്ത് വരാത്ത ഏതെങ്കിലും ഒരെണ്ണം കൂടി തന്നിട്ട് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് പഠിച്ചു വച്ചിരിക്കണം. ഇത് ഏതൊക്കെയാണ്? കർണോട്ട് മോഡൽ, ബെർട്രാൻഡ് മോഡൽ, സ്റ്റാക്കൽബർഗ് മോഡൽ, എഡ്ജ്വർത്ത് മോഡൽ, കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ, ചേംബർലിൻ മോഡൽ. കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ നമ്മൾ ആൾറെഡി പഠിച്ചു പ്രൈസ് ഡിറ്റർമിനേഷനിൽ, പോളം സിസിയുടെ അല്ലേ. അതും എന്താണ്? ഒരു നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി മോഡലാണ്. മനസ്സിലായില്ലേ? നോൺ കൊലൂസീവ് ഒളിഗോപ്പൊളി മോഡൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വൈസ് ചോദിക്കാൻ അത്രയ്ക്ക് ഡീപ്പായിട്ട് ചോദിക്കുന്നതൊക്കെ നെറ്റിൻ്റെ എക്സാമിനൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിവേ ചോദിച്ചാലോ എന്ന് കരുതി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, കണ്ടന്റ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചോദിക്കുന്നെങ്കിൽ ഈ പേര് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൊലൂസീവ് ആണോ നോൺ കൊലൂസീവ് ആണോ എന്നായിരിക്കും ചോദിക്കുന്നത്. അത്രയ്ക്ക് ചാൻസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം, ഇത് പേര് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് നോൺ കൊലൂസീവ് മോഡൽസ്? കർണോട്ട് മോഡൽ, ബെർട്രാൻഡ് മോഡൽ, സ്റ്റാക്കൽബർഗ് മോഡൽ, എഡ്ജ്വർത്ത് മോഡൽ, കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ, ചേംബർലിൻ മോഡൽ. ഇവരൊക്കെ എന്താണ്?
നോൺ കൊളൂസീവ് ഒളിഗോപ്പൊളി മോഡൽസ് ആണ്. ഓക്കെ, കർണോട്ട് മോഡൽ. എന്താണ് കർണോട്ട് മോഡൽ? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, firms simultaneously and independently decide on their production output, assuming their rivals' output remains constant. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ഫേംസ് സൈമിൾട്ടേനിയസ്ലി, ഒരേ സമയത്ത്, സൈമിൾട്ടേനിയസ്ലി അല്ലേ, ഒരേ സമയത്ത്, ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി, സ്വതന്ത്രമായിട്ട്, ഫേംസ് ഒരേ സമയത്ത് ഒരുമിച്ചാണോ? അല്ല, ഇൻഡിപെൻഡൻ്റ്ലി, സ്വതന്ത്രമായിട്ട് ഡിസൈഡ് ദെയർ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്, അവരുടെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നു. അസ്യൂമിങ് ദെയർ റൈവൽസ് ഔട്ട്പുട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്ത് സങ്കല്പിച്ചുകൊണ്ട്? അവരുടെ റൈവൽസിന്റെ ഔട്ട്പുട്ട്, അതായത് മറ്റു ഫേംസിന്റെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ അവര് വലിയ മാറ്റമൊന്നും വരുത്തത്തില്ല, നമ്മളെ മാറ്റം വരുത്തുന്നുള്ളൂ എന്ന് സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓരോ ഫേംസും ഒരേ സമയത്ത് അവരുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് 5 ഫേംസ് ഉണ്ടെന്ന് വെച്ചോ. ഈ 5 ഫേംസ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല പ്രൈസ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യം. ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവർ അസ്യൂം ചെയ്യുന്ന എന്താണ്? ഓരോ ഫേംസ് അസ്യൂം ചെയ്യുന്ന എന്താണ്? മറ്റുള്ള ഫേംസ് ഔട്ട്പുട്ട് ഒന്നും ഇപ്പൊ ചേഞ്ച് ചെയ്യത്തില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും, നമുക്കിപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് ഇവർ, അതായത് റൈവൽ ഫേംസ്, മറ്റു റൈവൽ ഫേംസ് എന്ന് വെച്ചാൽ മറ്റു കോമ്പീറ്റിംഗ് ഫേംസ്, അവരുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഓരോ ഫേംസ് ഇങ്ങനെ എന്താണ്, എല്ലാ ഫേംസും ചിന്തിക്കും. അങ്ങനെ ഓരോ ഫേംസും എന്ത് ചെയ്യും? ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് കർണോട്ട് മോഡൽ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് കർണോട്ട് മോഡൽ പറയുന്നത്. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക പോയിന്റ്. എന്ത് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ്? ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചാണ് കർണോട്ട് മോഡൽ പറയുന്നത്. അപ്പോൾ എന്താണ് അക്കോർഡിംഗ് ദിസ് മോഡൽ? ഫേംസ് സൈമിൾട്ടേനിയസ്ലി, ഒരേ സമയത്ത്, അതുപോലെ ഇൻഡിപെൻഡന്റ്ലി, ഒരേ സമയത്ത് സ്വതന്ത്രമായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ദെയർ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട്, അവരുടെ ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നു. എന്ത് സങ്കല്പിച്ചുകൊണ്ട്? അസ്യൂമിങ് ദെയർ റൈവൽസ് ഔട്ട്പുട്ട് റിമെയിൻസ് കോൺസ്റ്റന്റ്, അതായത് മറ്റുള്ളവരുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, മറ്റു ഫേംസിന്റെ ഔട്ട്പുട്ട് പഴയതുപോലെ തന്നെ ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവർ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരും ചിന്തിക്കും. ഇതാണ് കർണോട്ട് മോഡൽ പറയുന്നത്. ഓക്കെ, ഫേംസ് മേക്ക് ദെയർ പ്രൊഡക്ഷൻ ഡിസിഷൻ സൈമിൾട്ടേനിയസ്ലി വിത്തൗട്ട് നോയിങ് വാട്ട് ദെയർ കോമ്പറ്റീറ്റീവ്സ് വിൽ ഡു. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഫേംസ് മേക്ക് ദെയർ പ്രൊഡക്ഷൻ ഡിസിഷൻ സൈമിൾട്ടേനിയസ്ലി, ഫേംസ് ഒരേ സമയത്ത് പ്രൊഡക്ഷൻ ഡിസിഷൻ എടുക്കുന്നു. ഒരേ സമയത്ത് ഒരുമിച്ച് ബോധപൂർവ്വമല്ല എടുക്കുന്നത്. വിത്തൗട്ട് നോയിങ് വാട്ട് ദെയർ കോമ്പറ്റീറ്റീവ്സ് വിൽ ഡു, അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ ഇവർ ഒരുമിച്ച്, കാര്യം എഗ്രിമെന്റിലൂടെ ആണെങ്കിൽ അവർക്കറിയാം, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ അവർ തീരുമാനമെടുക്കുന്നു. ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്? ഫ്രഞ്ച് ഇക്കോണമിസ്റ്റ് അഗസ്റ്റിൻ കർണോട്ട്. ആരാണ്ട് ഇത് ഡെവലപ്പ് ചെയ്തത്? ഫ്രഞ്ച് ഇക്കോണമിസ്റ്റ് അഗസ്റ്റിൻ കർണോട്ട്. ആ പേര് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇക്കോണമിസ്റ്റിന്റെ പേര് കിട്ടുമല്ലോ, അഗസ്റ്റിൻ കർണോട്ട് ആണ് ഫ്രഞ്ച് ഇക്കോണമിസ്റ്റ് അഗസ്റ്റിൻ കർണോട്ട്. ചിലപ്പോൾ ചോദിക്കും അഗസ്റ്റിൻ കർണോട്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൊളൂസീവ് നോൺ കൊളൂസീവ് മോഡൽ, ഏതാണ്ട് നോൺ കൊളൂസീവ് മോഡലുമായി ബന്ധപ്പെട്ട ഇക്കോണമിസ്റ്റ് ആണ് പിന്നെ അഗസ്റ്റിൻ കർണോട്ട്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അഗസ്റ്റിൻ കർണോട്ട് ഏത് മോഡലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ കൊളൂഷൻ ഓർ നോൺ കൊളൂഷൻ, ഏതാണ് നോൺ കൊളൂസീവ് മോഡൽ? ഇറ്റ് ഈസ് എ ഡ്യുവോപ്പൊളി മോഡൽ. ഇതെന്താണ് ഒരു ഡ്യുവോപ്പൊളി മോഡൽ? ഡ്യുവോപ്പൊളിയെ കുറിച്ച് നമ്മൾ ഇനി പറയും. ഡ്യുവോപ്പൊളി എന്ന് വെച്ചാൽ ഇതിന്റെ മറ്റൊരു വെർഷനാണ്, ഒളിഗോപ്പൊളിയുടെ മറ്റൊരു വെർഷനാണ്. ഒളിഗോപ്പൊളിയിൽ ഫ്യൂ സെല്ലേഴ്സ് ആണ്, ഡ്യുവോപ്പൊളിയിൽ 2 സെല്ലേഴ്സ്. ഒളിഗോപ്പൊളി തന്നെയാണ്, 2 സെല്ലേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് പറയും? ഡ്യുവോപ്പൊളി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ പറയാനായിട്ട് ഒരു 2 ഫേംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഡ്യുവോപ്പൊളി മോഡൽ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഡ്യുവോപ്പൊളി മോഡൽ കൂടിയാണ്. ഈ പറഞ്ഞേക്കുന്ന ഒട്ടുമിക്കതും എന്താണ്? ഡ്യുവോപ്പൊളി മോഡലാണ്. അടുത്ത നോക്കുക, ബെർട്രാൻഡ് മോഡൽ. ബെർട്രാൻഡ് മോഡൽ രണ്ടാമത്തെയാണ് ബെർട്രാൻഡ് മോഡൽ. എന്താണ്? അക്കോർഡിംഗ് ദിസ് മോഡൽ ഫേംസ് സെറ്റ് ദെയർ പ്രൈസസ് അറ്റ് ദ സെയിം ടൈം. ഫേംസ് സെറ്റ് ദെയർ പ്രൈസസ്, ഓരോ ഫേംസും ഒരേ സമയത്ത് പ്രൈസ് സെറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യും പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? നേരെ തിരിച്ച് എന്താണ്? സെറ്റ് ദെയർ പ്രൈസസ്. ഇവിടെ വരുമ്പോൾ എന്താണ്? ബെർട്രാൻഡ് മോഡൽ പറയുന്നതാണ് ഫേംസ് ഔട്ട്പുട്ട് അല്ല, പ്രൈസ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് എല്ലാ ഫേംസും എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രൈസ് സെറ്റ് ചെയ്യും. എങ്ങനെ? അൺഅവെയർ ഓഫ് അതർ ഫേംസ് പ്രൈസ്, മറ്റു ഫേംസിന്റെ പ്രൈസ് അറിയാതെ, മറ്റു ഫേംസിന്റെ പ്രൈസ് എന്താണെന്ന് അറിയാതെ, അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാതെ ഓരോ ഫേംസും പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ പഠിച്ച കർണോട്ട് മോഡലില് ഓരോ ഫേംസും ഒരേ സമയത്ത് ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഔട്ട്പുട്ട് അറിയാതെ. ഇവിടെ ബെർട്രാൻഡ് മോഡൽ പറയുന്നത് ഓരോ ഫേംസും ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു? അവരുടെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവിടെ ഔട്ട്പുട്ട്, ഇവിടെ പ്രൈസ്. അൺഅവെയർ ഓഫ് ദ അതർ ഫേംസ് പ്രൈസ്, മറ്റുള്ള ഫേംസിന്റെ പ്രൈസ് മനസ്സിലാക്കാതെ. ഓക്കെ, അപ്പൊ അവിടെ ഔട്ട്പുട്ട്, ഇവിടെ പ്രൈസ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അവിടെ ഔട്ട്പുട്ട്, ഇവിടെ പ്രൈസ്. ഓക്കെ, the consumers purchase from the firm
വിത്ത് ദ ലോവസ്റ്റ് പ്രൈസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ എന്ത് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. ചില ഫേംസ് എന്ത് ചെയ്യും, ലോവസ്റ്റ് പ്രൈസ് ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക, ചില അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഹൈ പ്രൈസ് ആയിരിക്കും. കാര്യം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഓരോ ഫേം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എത്രയെന്ന്. പിന്നെ കൺസ്യൂമേഴ്സുള്ള അഡ്വാൻറ്റേജ് എന്താണ്, കൺസ്യൂമേഴ്സ് പർച്ചേസ് ഫ്രം ദ ഫേം വിത്ത് ദ ലോവസ്റ്റ് പ്രൈസ്. കുറഞ്ഞ പ്രൈസ് ഉള്ള ഫേമിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. കുറഞ്ഞ പ്രൈസ് ഉള്ള ഫേമിൽ നിന്ന് ഒരു കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ്, ലൂയിസ് ഫ്രാങ്കോയിസ് ബെർട്രാൻഡ്. ആരാണ്ട്, ലൂയിസ് ഫ്രാങ്കോയിസ് ബെർട്രാൻഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇൻ 1883. ബെർട്രാൻഡ്, ലൂയിസ് ഫ്രാങ്കോയിസ് ബെർട്രാൻഡ്. The model states that competition in prices leads to zero profits. അപ്പോൾ ഈ മോഡൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, കോമ്പറ്റീഷൻ ഇൻ പ്രൈസസ്. ഇപ്പൊ ഇവർ എന്ത് ചെയ്യുന്നു, ഈ വില വന്നതിന് ശേഷം കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുമ്പോഴേ ഇവർക്ക് അറിയാവും മറ്റു ഫേംസ് ഇതാ വില കുറച്ചത്, ഇങ്ങനെ കുറഞ്ഞ വിലയാണ് നിശ്ചയിച്ചത്. ഇപ്പൊ 2 ഫേംസ് ഉണ്ടെന്ന് വെച്ചോ, ഈ 2 ഫേംസിൽ ഒരു ഫേം എന്ത് ചെയ്യുന്നു, ലോവസ്റ്റ് പ്രൈസിൽ എത്തിയവർ ഏറ്റവും, മറ്റു ഫേംസ് എന്താണ് ഇതൊന്നും അറിയാതെ അവരൊരു ഹൈ പ്രൈസ് ഫിക്സ് ചെയ്തു. അപ്പോൾ രണ്ടുപേർക്കും 2 പ്രൈസാണ്, ഇവർ തമ്മിൽ അറിയുന്നില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഹൈ പ്രൈസ് ഉള്ള ഫേംസിന്റെ കസ്റ്റമേഴ്സ് എല്ലാം എന്ത് ചെയ്തു, ഇവിടേക്ക് പോയി. അതായത് മറ്റൊരു ഫിക്സ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ വിലയാണ് വേറൊരു ഫേം ഫിക്സ് ചെയ്തത്. അപ്പോൾ അത് കുറഞ്ഞ വിലയുള്ള ഫേംസിലേക്ക് എന്ത് ചെയ്തു, ആ കൺസ്യൂമേഴ്സ് പോയി, അവരുടെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു, സെല്ലേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ സ്വാഭാവികമായിട്ടും വില കുറയ്ക്കും. വില എന്ത് ചെയ്യും, പഴയ അല്ലെങ്കിൽ ഇവർ തമ്മിൽ വില കുറയ്ക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇവർ തമ്മിൽ മത്സരം ഉണ്ടാകും, ഫേംസ് തമ്മിൽ എന്തുണ്ടാകും, മത്സരം ഉണ്ടാകും. അപ്പോൾ പ്രൈസ് വാർ ഉണ്ടാകും, പ്രൈസ് വാർ അല്ലേ, പ്രൈസ് വാർ. ഇത് അവസാനം എന്തിലേക്ക്, ലീഡ് ടു സീറോ പ്രോഫിറ്റ്. ഇങ്ങനെ മത്സരിച്ച് അവസാനം എന്ത് ചെയ്യും, സീറോ പ്രോഫിറ്റിലേക്ക് എത്തും. അങ്ങനെ ഈ മോഡൽ പറയുന്നത് കോമ്പറ്റീഷൻ ഇൻ പ്രൈസ് അല്ലെങ്കിൽ പ്രൈസ് വാർ ലീഡ്സ് ടു സീറോ പ്രോഫിറ്റ്, സീറോ പ്രോഫിറ്റിലേക്ക് നയിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദിസ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ബെർട്രാൻഡ് പാരഡോക്സ്. ഇങ്ങനെ സീറോ പ്രോഫിറ്റിലേക്ക് നയിക്കുന്ന സിറ്റുവേഷനെ പറയുന്ന പേരാണ് ബെർട്രാൻഡ് പാരഡോക്സ്. ബെർട്രാൻഡ് പാരഡോക്സ്. ബെർട്രാൻഡ് പാരഡോക്സിന്റെ പ്രത്യേകത എന്താണ്, പ്രൈസ് വാർ ലീഡ്സ് ടു സീറോ പ്രോഫിറ്റ്സ്. പ്രൈസ് വാർ എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഇങ്ങനെ മത്സരിക്കത്തില്ലേ, ഇവർക്ക് തമ്മിൽ അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, അവസാനം പ്രൈസ് ഡിറ്റർമിൻ ചെയ്തിട്ടേ ആണ് ഇവർ അറിയുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, വീണ്ടും അടുത്ത ആൾ വീണ്ടും വില കുറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, ഇയാള് വീണ്ടും വില കുറയ്ക്കും. അപ്പോൾ ഒരു ഫേം, ഇപ്പൊ 2 ഫേം തമ്മിൽ കോമ്പീറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു, അതിലൊരു ഫേം നല്ല രീതിയിൽ വില കുറച്ചു, മറ്റൊരു ഫേം അത്രയും കുറച്ചില്ല. അപ്പോൾ നല്ല രീതിയിൽ വില കുറച്ച ആളത്തേക്ക് ആര് പോകും, കസ്റ്റമേഴ്സ് പോകും. അപ്പോൾ നേരത്തെയുള്ള ഫേംസ് എന്ത് ചെയ്യും, അവര് വീണ്ടും വില കുറയ്ക്കും, മറ്റുള്ളവരെക്കാൾ വീണ്ടും വില കുറയ്ക്കും. അപ്പോൾ കസ്റ്റമേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു, വില കുറച്ചു. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്തു, ഇപ്പോൾ ഇയാളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ മറ്റേ ഫേം നോക്കിയിരിക്കില്ല, അവരും എന്ത് ചെയ്യും, വില കുറയ്ക്കും. അങ്ങനെ വില കുറച്ച് ഇവർ പ്രൈസ് വാറിലെത്തും, പ്രൈസ് കോമ്പറ്റീഷനിലെത്തും. അത് അവസാനം ഇവരുടെ പ്രോഫിറ്റ്, 2 പേരുടെയും പ്രോഫിറ്റ് ഇല്ലാതാക്കും, സീറോ പ്രോഫിറ്റിലേക്ക് നയിക്കുന്നു. ദിസ് സിറ്റുവേഷൻ ഈസ് കാൾഡ് ബെർട്രാൻഡ് പാരഡോക്സ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബെർട്രാൻഡ് പാരഡോക്സ് എന്ന് പറയും, ബെർട്രാൻഡ് പാരഡോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ മോഡൽ നോക്കിയേ, നോൺ കൊളൂസീവ് മോഡൽ. മൂന്നാമത്തെ സ്റ്റാക്കൽബർഗ് മോഡൽ. സ്റ്റാക്കൽബർഗ് മോഡൽ. അപ്പോൾ എന്താണ് സ്റ്റാക്കൽബർഗ് മോഡൽ? നോക്ക്, ദിസ് മോഡൽ ഡിസ്ക്രൈബ്സ് എ മാർക്കറ്റ് വിത്ത് എ ലീഡർ ഫേം ദാറ്റ് ഇസ് സെറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഫസ്റ്റ് ആൻഡ് ദ അതർ ഫേംസ് ഒബ്സർവ് ദിസ് ഡിസിഷൻ ബിഫോർ മേക്കിംഗ് ദെയർ ഓൺ. എന്താണ് ദിസ് മോഡൽ ഡിസ്ക്രൈബ്സ് എ മാർക്കറ്റ് വിത്ത് എ ലീഡർ ഫേം. ഇവിടെ ഈ ഇതിൽ പറയുന്നത്, സ്റ്റാക്കൽബർഗ് മോഡൽ പറയുന്നത്, ഇവിടെ ഒരു ലീഡർ ഫേം ഉണ്ടാകും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു ലീഡർ ഫേം ഉണ്ടാകും. ദാറ്റ് സെറ്റ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഫസ്റ്റ്. അവരെന്ത് ചെയ്യും, അവരുടെ ഔട്ട്പുട്ട് ആദ്യം സെറ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി അവർ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യും. ആൻഡ് അതർ ഫേംസ് ഒബ്സർവ് ദിസ് ഡിസിഷൻ. ഇത് ആര് നിരീക്ഷിക്കും, മറ്റുള്ള ഫേംസ്. കാരണം അവർ ലീഡർ ഫേം ആണ്. ലീഡർ ആവുന്നത് എങ്ങനെയാണ്, ഒന്നുകിൽ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള ഫേമോ അല്ലെങ്കിൽ പിന്നെ ഓൾഡ് ആൻഡ് റെപ്യൂട്ടഡ് ഫേംസോ ആണ് ലീഡർ ആകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ ലീഡറിനെ മറ്റുള്ളവർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെന്ത് ചെയ്യുന്നെന്ന് അറിയാൻ. കാരണം അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുമ്പോൾ, ലീഡർ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ആ ഡിസിഷൻ ഫോളോ ചെയ്യുന്നു അല്ലേ. ഒബ്സർവ് ദി ഡിസിഷൻ ബിഫോർ മേക്കിംഗ് ദെയർ ഓൺ. അതാണ് പറയുന്നത് ദിസ് മോഡൽ ഡിസ്ക്രൈബ്സ് എ മാർക്കറ്റ് വിത്ത് എ ലീഡർ ഫേം ദാറ്റ് സെറ്റ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ലീഡർ ഫേം എന്ത് ചെയ്യുന്നു, അവിടെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നു. ലീഡർ ഫേം ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നു, ആൻഡ് അതർ ഫേംസ് ഒബ്സർവ് ദിസ് ഡിസിഷൻ ബിഫോർ മേക്കിംഗ് ദെയർ ഓൺ. അവരുടേതായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ ഡിസിഷൻ അവർ ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. ഇതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാക്കൽബർഗ് മോഡൽ. സ്റ്റാക്കൽബർഗ് ഇവിടെയും എന്ത് ചെയ്യുന്നില്ല, ഒരുമിച്ച് ചേരുന്നില്ല, കൂടിച്ചേരുന്നില്ല, അഗ്രിമെന്റ് പുറത്തൊന്നും കൂടിച്ചേരുന്നില്ല. പിന്നെ മറ്റുള്ളവരെ നിരീക്ഷിച്ച് ഇവരെന്ത് ചെയ്യുന്നു, പ്രൈസ് ഡിസിഷൻ നടത്തുന്നു. ഇവിടെയും ഓർക്കുക, ഇവിടെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത് അല്ലേ. ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നു, ഫേം എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ബാക്കിയുള്ളവരും ലീഡർ ഫേം ഔട്ട്പുട്ട് സെറ്റ് ചെയ്യുന്ന അതിനനുസരിച്ച് ബാക്കിയുള്ളവർ ഇത് ഫോളോ ചെയ്യുന്നു. ഇത് ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ ഇക്കോണമിസ്റ്റ് ഹെൻറിച്ച് സ്റ്റാക്കൽബർഗ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ബുക്ക് കൂടി തന്നിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം. സ്റ്റാക്കൽബർഗിന്റെ ബുക്കിന്റെ പേരെന്താണ്ട്,
മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം റിട്ടൺ ബൈ സ്റ്റാക്കൽബർഗ്, ജർമ്മൻ ഇക്കോണമിസ്റ്റ് സ്റ്റാക്കൽബർഗിന്റെ ബുക്കിന്റെ പേരാണ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഇക്വിലിബ്രിയം. അടുത്ത നാലാമത്തെ എഡ്ജ്വർത്ത് മോഡൽ. എഡ്ജ്വർത്ത് മോഡൽ എന്താണ്? എഡ്ജ്വർത്ത് മോഡൽ നോക്കാം. ഇറ്റ് ഈസ് എ ഡ്യുവോപ്പൊളി മോഡൽ. ഇറ്റ് ഈസ് എ ഡ്യുവോപ്പൊളി മോഡൽ. കാര്യം 2 ഫേം മാത്രമാണ് ഇവർ ഈ മോഡലിൽ എടുത്തിട്ടുള്ള അദ്ദേഹം. നോക്ക്, ഇൻ ദിസ് മോഡൽ ഫേംസ് സൈമിൾട്ടേനിയസ്ലി അഡ്ജസ്റ്റ് ബോത്ത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. ശ്രദ്ധിച്ചേ, നമ്മൾ ആദ്യം കർണോട്ട് മോഡൽ ഔട്ട്പുട്ടാണ് ചേഞ്ച് ചെയ്തത്. പിന്നെ പറഞ്ഞു അല്ലേ, കർണോട്ട് മോഡൽ കഴിഞ്ഞിട്ട് നമ്മൾ ബെട്രൻഡ് മോഡൽ പറഞ്ഞത് പ്രൈസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാക്കൽബർഗ്, മൂന്നാമത്തെ സ്റ്റാക്കൽബർഗിൽ പറഞ്ഞെന്താണ്, അവിടെയും ഔട്ട്പുട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ലീഡർ ഫേം ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എഡ്ജ്വർത്ത് മോഡലിൽ ശ്രദ്ധിക്കുക, ഫേംസ് സൈമിൾട്ടേനിയസ്ലി അഡ്ജസ്റ്റ് ബോത്ത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് വിത്ത് ലിമിറ്റഡ് മാർക്കറ്റ് കപ്പാസിറ്റി. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു ഫേംസ്. ഒളിഗോപ്പൊളി മാർക്കറ്റിലെ ഫേംസ് പ്രൈസും ഔട്ട്പുട്ട് ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പ്രൈസ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു വിത്ത് ലിമിറ്റഡ് മാർക്കറ്റ് കപ്പാസിറ്റി. ഏതിനകത്ത് നിന്നുകൊണ്ട്, ലിമിറ്റഡ് മാർക്കറ്റ് കപ്പാസിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട്, പരിമിതമായ മാർക്കറ്റ് കപ്പാസിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നു, ഫേംസ് പ്രൈസും ഔട്ട്പുട്ടും ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതുവരെ പറഞ്ഞ മോഡലിൽ എല്ലാം ഒന്നുകിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൈസ് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരേ സമയത്ത് പ്രൈസും ഔട്ട്പുട്ടും അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, വിത്ത് ലിമിറ്റഡ് മാർക്കറ്റ് കപ്പാസിറ്റിക്കകത്ത്. ഇതാണ് എഡ്ജ്വർത്ത് മോഡലിൽ പറയുന്നത്. ദ മോഡൽ ഹൈലൈറ്റ്സ് ദ ഇൻസ്റ്റബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം ഡ്യൂ ടു ഫേംസ് എബിലിറ്റി ടു റിയാക്ട് ടു ഈച്ച് അതേഴ്സ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അപ്പൊ ഈ മോഡൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട് എന്താണ്, ഇൻസ്റ്റബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം. ഇൻസ്റ്റബിലിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം അല്ല, ഇൻസ്റ്റബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം. ഈ മോഡൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ഇൻസ്റ്റബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം. ഇൻസ്റ്റബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയത്തിന്, അതായത് സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റി, ഒരു സ്ഥിരതയായ സന്തുലിതാവസ്ഥയില്ല എന്നാണ് പറയുന്നത്. ഡ്യൂ ടു എന്ത് മൂലം, ഫേംസ് എബിലിറ്റി ടു റിയാക്ട് ടു ഈച്ച് അതേഴ്സ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഫേംസ് എബിലിറ്റി ടു റിയാക്ട് ടു ഈച്ച് അതേഴ്സ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. പരസ്പരം ഇവർ റിയാക്ട് ചെയ്യും. കാരണം കുറച്ച് ഫേംസ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിൽ ഒരു ഫേം എന്ത് ചെയ്താൽ, ഒരു ഫേം അവരുടെ പ്രൈസും ഔട്ട്പുട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മറ്റുള്ളവർ ഇത് റിയാക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യും, പെട്ടെന്ന് പ്രൈസ് ഔട്ട്പുട്ട് മാറ്റും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ ഓരോ ഫേംസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യും. ഒരു ഫേം റിയാക്ട് ചെയ്യുമ്പോൾ അവരറിയാം മാർക്കറ്റിൽ എന്തോ മാറ്റം വരാൻ പോകുന്നു എന്ന് കരുതി അവരും എന്ത് ചെയ്യും, അതിനനുസരിച്ച് പ്രൈസ് ഔട്ട്പുട്ട് റിയാക്ട് ചെയ്യും. ഇങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസും ഔട്ട്പുട്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇവിടെ ഇല്ല. മനസ്സിലായില്ല? ഈ മോഡൽ, എഡ്ജ്വർത്ത് മോഡൽ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതിന്റെ കാരണം, റീസൺ മനസ്സിലായോ? ആണ് ഇൻസ്റ്റബിലിറ്റി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ഫേംസ് എബിലിറ്റി ടു റിയാക്ട് ആൻഡ് ടു റിയാക്ട് ഈച്ച് അതേഴ്സ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഓരോരുത്തരുടെയും പ്രൈസും ക്വാണ്ടിറ്റിയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ലീഡർ ഫേമിന്റെ കേസ് അല്ല അദ്ദേഹം എടുത്ത് പറയുന്നത്. മറ്റേതാണെങ്കിൽ ഒരു ലീഡർ ഫേം കാണും, അവർ അനുസരിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവരങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഓരോ ഫേമും ലീഡറായിട്ട് മാറും. അപ്പോൾ ഒരു ഫേം പ്രൈസിൽ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെന്റ് വരുത്തുമ്പോൾ ബാക്കിയുള്ള ഫേംസും അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അവർ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മറ്റുള്ള ഫേംസ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രൈസിലും ഔട്ട്പുട്ടിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടോ ഇവിടെ? ഇല്ല. കാരണം പ്രൈസ് ഔട്ട്പുട്ട് ഒരേ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഇൻസ്റ്റബിലിറ്റി. ഇക്വിലിബ്രിയത്തിൽ എന്തുണ്ട്, ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകും എന്നാണ് എഡ്ജ്വർത്ത് മോഡലിൽ പറയുന്നത്. ഇൻസ്റ്റബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്താരാണ്, ഫ്രാൻസിസ് എഡ്ജ്വർത്ത്. ഫ്രാൻസിസ് എഡ്ജ്വർത്ത് ആണ്. ഓക്കെ, അടുത്ത ചേംബർലിൻ മോഡൽ. ചേംബർലിൻ മോഡൽ അഞ്ചാമത്തെ മോഡലാണ് ചേംബർലിൻ മോഡൽ. കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ അവിടെ പറയുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അവിടെ എന്താണ് കിങ് ഡിമാൻഡ് കർവ് മോഡലിൽ എന്താണ്, പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ് പറയുന്നത് അല്ലേ? പ്രൈസ് ഡിറ്റർമിനേഷൻ എന്താണ്, പ്രിവെയിലിംഗ് പ്രൈസ്, കിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ചേംബർലിൻ മോഡൽ എന്താ പറയുന്നത്? ചേംബർലിൻ മോഡൽ സ്റ്റേറ്റ്സ് ദാറ്റ് ഫേംസ് ഇൻ ദ മാർക്കറ്റ് വിത്ത് മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് ക്യാൻ അച്ചീവ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വേർ ദേ ചാർജ് monopoly prices. നോക്ക്, ചേംബർലിൻ മോഡൽ സ്റ്റേറ്റ്സ് ദാറ്റ് ഫേംസ് ഇൻ എ മാർക്കറ്റ് വിത്ത് മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ്, പരസ്പരം ഇന്റർഡിപെൻഡ് ചെയ്യുന്ന മാർക്കറ്റ്. അങ്ങനെ ഫേംസ് ഇൻ എ മാർക്കറ്റ് വിത്ത് മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ്, അതായത് പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഫേംസ് ഉള്ള മാർക്കറ്റ് ക്യാൻ അച്ചീവ് എ സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓർക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞ എഡ്ജ്വർത്ത് മോഡൽ എന്താണ്, ഇൻസ്റ്റബിലിറ്റി. ഇക്വിലിബ്രിയത്തിൽ ഇൻസ്റ്റബിലിറ്റി ആണ് പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്, നമുക്ക് ആ ഇൻസ്റ്റബിലിറ്റി മാറ്റി സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ
എങ്ങനെയുള്ള മാർക്കറ്റിൽ? അതായത് പരസ്പരം ഇന്റർ ഡിപ്പെൻഡൻസ് ഉള്ള ഫേംസ് ഉള്ള മാർക്കറ്റിലാണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരാൻ പറ്റും. അവിടെ അങ്ങനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ വേർ ദേ ചാർജ് മൊണോപ്പൊളി പ്രൈസസ്, അവിടെ ഫേംസിന് മൊണോപ്പൊളി പ്രൈസ് ചാർജ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇവര് ഇന്റർ ഡിപ്പെൻഡൻസിലേക്ക് വരുന്നത് നേരത്തെ നമ്മൾ കൊല്യൂഷനിൽ കാർട്ടൽ പറഞ്ഞില്ലേ, എഗ്രിമെന്റിന്റെ പുറത്തൊന്നുമല്ല. ഇവര് അല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് ഇവരെന്ത് ചെയ്യുന്നു, ഒരു ഇന്റർ ഡിപ്പെൻഡൻസിൽ പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. എന്ന് വെച്ചാൽ ഒരു ലീഡർ ഫേം ഉണ്ടെങ്കിൽ അദ്ദേഹം അവര് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് ബാക്കിയുള്ള ഫേംസ് എല്ലാം ചേഞ്ച് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ആ ഒരു മാറ്റം അങ്ങനെ എന്താണ്, ഒരേപോലെ ഒരു ഫേം ചേഞ്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അതേപോലെ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇവര് കുറേ ഫേംസ് ഉണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുമിച്ച് ഒറ്റ തീരുമാനമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ഒറ്റ തീരുമാനം എടുക്കുമ്പോൾ എന്തായി മാറി, ഒരു മൊണോപ്പൊളി ഫേം പോലെ ആയി മാറുന്നു. അങ്ങനെ ആകണമെങ്കിൽ ഈ മാർക്കറ്റുള്ള ഫേംസ് തമ്മിൽ എന്തുണ്ടാകണം, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാകണം. പരസ്പരം ആശ്രയത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുകയും കോർപ്പറേറ്റ് ചെയ്ത് പോവുകയും വേണം. അത് എഗ്രിമെന്റ് പുറത്തൊന്നുമല്ല, അല്ലാതെ കോർപ്പറേറ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കോർപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു. ഒരു മൊണോപ്പൊളി ഫേം പോലെ മൊണോപ്പൊളി പ്രൈസ് ഇവർക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. വെച്ചാൽ ഒരേ പ്രൈസ് എല്ലാവർക്കും ചാർജ് ചെയ്ത് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നു. This occurs when firm recognize their interdependence and act strategically to maximize overall industry profit even without formal collusion. അപ്പോൾ this occurs, ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? when firms recognize their interdependence, ഫേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫേംസും അവരുടെ പരസ്പര ആശ്രയത്വം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, അംഗീകരിക്കുമ്പോഴാണ്. ആൻഡ് ആക്ട് സ്ട്രാറ്റജിക്കലി, എന്നിട്ട് അവര് സ്ട്രാറ്റജിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഇന്റർഡിപ്പെൻഡൻസ് അംഗീകരിക്കുകയും, ആൻഡ് ആക്ട് സ്ട്രാറ്റജിക്കലി, എന്നിട്ട് തന്ത്രപരമായിട്ട് അവര് പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? ടു മാക്സിമൈസ് ഓവറോൾ ഇൻഡസ്ട്രി പ്രോഫിറ്റ്, അല്ലെ ഓവറോൾ ഇൻഡസ്ട്രി പ്രോഫിറ്റ്, മൊത്തത്തിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി അവര് ആ സ്ട്രാറ്റജിക്കലായിട്ട് ആക്ട് ചെയ്യുന്നു. വെച്ചാൽ ഓരോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ല അവർ ആഗ്രഹിക്കുന്നത്, എല്ലാവർക്കും ഒരേ സമയത്ത് എല്ലാവരും ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? എന്നിട്ട് ഈവൻ വിത്തൗട്ട് ഫോർമൽ കൊല്യൂഷൻ, എന്തില്ലെങ്കിൽ പോലും ഫോർമലായ ഒരു കൊല്യൂഷൻ ഇല്ല. ഇത് കാര്യം നോൺ കൊലൂസീവ് ആണ്. ഫോർമലായ കൊല്യൂഷൻ ഇല്ലെങ്കിൽ പോലും കൊലൂസീവ് ആയതുപോലെ പ്രവർത്തിക്കും. മനസ്സിലായില്ലേ? ഫോർമൽ ആയിട്ടുള്ള എഗ്രിമെന്റ് ഒന്നും കാണില്ല. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരുത്തരുടെയും പ്രോഫിറ്റ് അല്ല അവർ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് പോകാം, ഒരുമിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നവർ ആഗ്രഹിക്കുന്നു. ഇതാണ് ചേംബർലിൻ മോഡലിൽ പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഒരു മൊണോപ്പൊളി പ്രൈസ് അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, എല്ലാവർക്കും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് ഏത് നോൺ കൊലൂസീവ് മോഡൽസ് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ, നോൺ കൊലൂസീവ് മോഡൽസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അതർ മാർക്കറ്റ് ഫോംസ്, മറ്റ് കമ്പോള രൂപങ്ങൾ. നമ്മളിപ്പോൾ പഠിച്ച ഏതൊക്കെയാണ്? 4 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒളിഗോപ്പൊളി. ഇതല്ലാതെ ചില മാർക്കറ്റ് ഫോംസ് കൂടി ഉണ്ട്. അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് ഡ്യുവോപ്പൊളി. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞു ഡ്യുവോപ്പൊളി. അത് ഒളിഗോപ്പൊളിയുടെ മറ്റൊരു വെർഷൻ ആണ് ഡ്യുവോപ്പൊളി. ഡ്യുവോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ where there are only 2 sellers. Duopoly is a market situation where there are only 2 sellers. 2 sellers മാത്രമുള്ള മാർക്കറ്റാണ് ഡ്യുവോപ്പൊളി. A few sellers ആണെങ്കിൽ ഒളിഗോപ്പൊളി. മൊണോപ്പൊളി അല്ല, മൊണോപ്സണി എന്ന് വെച്ചാൽ അണ്ടർ മൊണോപ്സണി there is only one buyer in the market. മൊണോപ്പൊളിയിലാണെങ്കിൽ only single seller, only one seller. ഇവിടെ മൊണോപ്സണി ആകുമ്പോൾ only one buyer, ഒരേ ഒരു ബയർ. അതൊക്കെ അസംഷൻ ആണ് കേട്ടോ, ഒരേ ഒരു ബയർ മാത്രമുള്ള. ഇപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ഗവൺമെന്റ് ഇപ്പൊ ഏതെങ്കിലും ഒരു സെല്ലറിൽ നിന്ന് ആര് മാത്രമാണ് പർച്ചേസ് ചെയ്യുന്നത്? ഗവൺമെന്റ് മാത്രം പർച്ചേസ് ചെയ്യുന്നു. അതൊക്കെ എന്താണ് മൊണോപ്സണി എന്ന് പറയാം, ഒരേ ഒരു ബയർ, സിംഗിൾ ബയർ. അടുത്ത ഡുവോപ്സണി എന്തായിരിക്കും? there are only 2 buyers. ഡുവോപ്പൊളി 2 sellers, ഡുവോപ്സണി എന്താണ്? 2 buyers. മൊണോപ്പൊളി സിംഗിൾ സെല്ലർ, മൊണോപ്സണി സിംഗിൾ ബയർ. ഡുവോപ്പൊളി 2 sellers, ഡുവോപ്സണി 2 buyers, 2 buyers മാത്രമുള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, എളുപ്പം മനസ്സിലാക്കാം. ഒളിഗോപ്സണി എന്താണ്? ഒളിഗോപ്പൊളി a few sellers. അപ്പോൾ ഒളിഗോപ്സണി എന്തായിരിക്കും? there are few buyers, കുറച്ച് ബയേഴ്സ്. അപ്പോൾ ഈ ഡുവോപ്പൊളിയും ഡുവോപ്സണി അത് റിലേറ്റഡ് ആണ്. മൊണോപ്സണി റിലേറ്റഡ് ആണ്. ഒളിഗോപ്പൊളി റിലേറ്റഡ്. അതിന്റെ ഓപ്പോസിറ്റ് അങ്ങ് എടുത്താൽ മതി. അടുത്ത ബൈലാറ്ററൽ മൊണോപ്പൊളി. എന്താണ് ബൈലാറ്ററൽ മൊണോപ്പൊളി? there is a single seller and a single buyer. ഒരു സെല്ലറും ഒരു ബയറും മാത്രമാണ് ഉള്ളതെങ്കിൽ അതാണ് ബൈലാറ്ററൽ മൊണോപ്പൊളി. ദ പ്രൈസ് ഔട്ട്പുട്ട് ഡിസിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ റിലേറ്റീവ് ബാർഗൈനിങ് പവർ. ഇവരുടെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഇവരുടെ റിലേറ്റീവ് ബാർഗൈനിങ് പവർ. ആർക്കാണോ ബാർഗൈനിങ് പവർ കൂടുതൽ, ഇപ്പോൾ കസ്റ്റമേഴ്സിനാണ് ബാർഗൈനിങ് പവർ കൂടുതലെങ്കിൽ അവരെന്ത് ചെയ്യും? പ്രൈസ് കുറച്ച് വിൽക്കാൻ തയ്യാറാകണം, അല്ലെ വില കുറയ്ക്കേണ്ടി വരും.
ഇനി ആരുടെ ബാർഗൈനിങ് പവർ? സെല്ലേഴ്സിന്റെ ബാർഗൈനിങ് പവർ ആണ് കൂടുതലെങ്കിൽ കൂടുതൽ വില ഈടാക്കാൻ പറ്റും. അപ്പോൾ ദർ ഈസ് എ സിംഗിൾ സെല്ലർ ആൻഡ് സിംഗിൾ ബയർ. അവിടെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇവരുടെ ബാർഗൈനിങ് പവറിനെ ആശ്രയിച്ചിരിക്കും. ഇതാണ് ബയലാറ്ററൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണുള്ളത്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും മാർക്കറ്റ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു വാച്ചിങ്.